ഇവർ തമ്മിൽ ഇനി ശരിക്കും ഇഷ്ടത്തിലാണോ? അയ്യോ എല്ലാരും പോയി അമ്മാനെ എല്ലാരും മണാലി പോയി ചെയ്യുന്നൊരു കാര്യമല്ലേ? ക്യാപ്പൊക്കെ വെച്ച് ജാക്കറ്റ് ഫോട്ടോ നമ്മൾ മണാലി പോയിട്ട് അടുപ്പ് കൂട്ടിയിട്ട് എന്റെ മണ്ട കയറി ഇരിക്കാൻ പറ്റുവാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഷോസ് ഒക്കെ എങ്ങനെ പോകുന്നു? എന്നാ നിങ്ങളുടെ ഷോ എങ്ങനെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, നിങ്ങളുടെ എപ്പിസോഡുകളൊക്കെ എങ്ങനെ നിങ്ങളല്ലേ പറയണ്ടേ? പോയി ചക്ക പോയി അപ്പുറത്തേക്ക് ചക്കനെ കൊന്നു. എന്റെ ദൈവമേ, ഓടിക്കോ രക്ഷപ്പെട്. സിമ്പിൾ ആ ജീവിതമൊന്നും വേണ്ട. ഇതിന് ബോധമില്ല. ജാങ്കോ സ്പേസിൽ വന്നു ചേർന്ന പാറമട വീട്ടിലെ വെള്ളത്തിൽ തത്തിക്കളിച്ചുകൊണ്ടിരുന്ന ഇണക്കുരുവികളെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നമോവാകം. തന്ത വൈബ് എന്ന് വെച്ചാൽ തന്തമാരുള്ളിടത്തോളം കാലം തന്ത വൈബ് നിലനിൽക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വിവരമുള്ളവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇത് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അടിപൊളി ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം കേശു മെർലിനും ആണ്. വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. രണ്ടുപേരോട് കേശു, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ച്. ആര്? നിങ്ങളുടെ അനിയൻ കാരണം എല്ലാം സെറ്റ് ആയില്ലേ? അത്യാവശ്യം എല്ലാത്തിനും എ പ്ലസ് ആയിരിക്കുന്നതാണ്. മോഡലായിരുന്നു മോഡലായിരുന്നല്ലേ? എന്നാലും കുഴപ്പമില്ല, മോഡലിൽ തന്നെ ടീച്ചർമാരൊക്കെ ഞെട്ടിക്കും. അത് ഞെട്ടും ഒരു 1.5 ഞെട്ടും. എങ്ങനെയായിരുന്നു മണാലി യാത്രകളൊക്കെ? ക്യാപ്പൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും മണാലി പോയി ചെയ്യുന്നൊരു കാര്യമല്ലേ? ക്യാപ്പൊക്കെ വെച്ച് ജാക്കറ്റ് ഫോട്ടോ നമ്മൾ മണാലി പോയിട്ട് അടുപ്പ് കൂട്ടിയിട്ട് എന്റെ മണ്ട കയറി ഇരിക്കാൻ പറ്റുവാണ്. മഞ്ഞ് വാരി അറിയാലോ? കണ്ടില്ലേ? റോക്കറ്റിന്റെ ഡോറ് ഞാൻ തന്നെ തുറന്നു കൊടുത്തല്ല. എന്തായാലും പഠിച്ചു വച്ചേക്കണല്ലേ ഇറക്കറ്റ്? ഫുൾ സ്ക്രിപ്റ്റഡ്. അമ്മ ആരാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതൊക്കെ ആരാ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു തന്നെ? ഞാനാ. അപ്പൊ ഓക്കെ, അന്ന് ഞങ്ങൾ ആദ്യം മറ്റേ ഔട്ട് ആകുമ്പോ പറയില്ലേ, അപ്പൊ ട്രയൽ കഴിഞ്ഞു. അപ്പൊ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ ഷോസ് ഒക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ നിങ്ങളുടെ ഷോ എങ്ങനെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ല. ഇത് എന്ത് പരിപാടി? ഇത് എന്നെ ഇറക്കറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി. ഓക്കെ, നിങ്ങളുടെ എപ്പിസോഡുകളൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങളല്ലേ പറയണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് ടെക്നിക്കലായിട്ട് അവിടെ ഷൂട്ടൊക്കെ എങ്ങനെ പോകുന്നു, കറക്റ്റ് ആയിട്ട് ക്യാമറ ഒക്കെ എത്തുന്നുണ്ടോ, ലൈറ്റ് ഒക്കെ ഓൺ ആവുന്നുണ്ടോ? അത് ഞങ്ങളോടല്ല, ഡയറക്ടറോട് ചോദിക്കണം. ഇത് എന്ത് ഇങ്ങനൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റേതാ ട്രാക്ക്. എല്ലാം മറന്നതല്ല. ഓക്കെ, എന്തായാലും ഉറപ്പിച്ച് മുകളിലോട്ട് പോയി. ഇനി ഞാൻ താഴത്തേക്ക് എന്ന് എത്തും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം രണ്ടുപേരും പോലെ ഇത്ര അധികം ഹാപ്പി ഒന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് ഇട്ടേക്കണാണ്. രണ്ടുപേരോട് കുറച്ച് ചോദ്യങ്ങൾ വെക്കാണ്ട്. കേശു, ഞാൻ പിടിച്ചേക്കണേ അതല്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ കോംബോ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ തകർക്കുകയാണ്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഫാൻ ബേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടോ? അത്യാവശ്യം അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾ കോംബോനെ കുറിച്ചുള്ള ഒരു ടോക്ക് ഉണ്ടാവാറുണ്ടോ? അത് പൊതുവെ ഇപ്പൊ പോയപ്പോ ഇത്രയും ചെറിയൊരു സാധനം, ഞാൻ ഇപ്പൊ സ്കൂളിൽ പോയപ്പോ അന്ന് എക്സാം എഴുതാൻ ഞാൻ പോയില്ല, വൈകിട്ട് പോയപ്പോ ഇത്രയുള്ള ഒരെണ്ണം വന്നിട്ട്, ചേട്ടാ മെർലിൻ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെ? ചേട്ടാ നല്ലല്ല, ക്ലാസ് റൂമിൽ ഇരിക്കണം എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ്. നിന്നെ ഞാൻ വിടൂലടാ എന്നിട്ടേ പുറത്തു വന്നിട്ട് ഇത്രേ ഉള്ളു. അവിടെ ഫുള്ള് നിൽക്കുകയാണ് ചേട്ടന്മാര് എല്ലാം. അവന്റെ 10 സൈസുണ്ട് കുമ്മിനെ. വന്ന് 2 വിരല് വാ ശരി എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ് റൂമിൽ പുറത്തിറങ്ങി ചെന്ന്, എന്താ മക്കളെ പരിപാടിയൊക്കെ കാണാറുണ്ട് കേട്ടോ? ആ ശരിടാ. പിന്നെ മെർലിന അലീന കൊള്ളാം, എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓ അവരെ തിരക്കിന്ന് പറയണം. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? എന്തോന്നടാ, അല്ല ഇത്രയും പേരെയൊക്കെ ഒരുമിച്ചേ ഒരു പുച്ച ചിരിയൊക്കെ. ആ മക്കളെ, ആ ചേട്ടാ പിന്നെ കാണാം.
വിളിച്ചിട്ട് അവൻ മുല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക്. ഞങ്ങൾ ഇത്രയും പേര് ഇതിപ്പോ എന്തെവിടെ നടന്നേ ആ അവസ്ഥയായിരുന്നു എന്റെ. അല്ല ശരിക്കില്ലേ ഇപ്പൊ കേശു എന്നുള്ളൊരു പേര് ഇപ്പൊ ബ്രാൻഡ് ആയിരിക്കണേ. കൊച്ചു പിള്ളേർക്ക് ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീലാണ് എവിടെ കാണുമ്പോഴും കേശുവിന്. ആ വിളി വരാറുണ്ടോ പുറത്തേക്ക്? ഇഷ്ടം പോലെ അതേ വരാറുള്ളൂ. എവിടെ കൊച്ചു പയ്യന്മാരിട്ട് വലിയ ആൾക്കാരെ കുഞ്ഞുങ്ങള് ഡേ കേശു അച്ഛൻ വിളിക്കുന്ന സാധനം. ആ മക്കളെ സുഖല്ലേ? ആ സുഖമായിട്ടിരിക്കണേ. പരിപാടി ഭയങ്കര രസം കേട്ടാ. പിന്നെ നമ്മുടെ ഡേ കേശു എന്നുള്ളത് ആ കേശു ചേട്ടൻ പിന്നെ മാറിക്കോളും. അത്ര അടുത്തോണ്ടാണ് എല്ലാവർക്കും അങ്ങനെ വിളിക്കുന്നത്. ആദ്യമൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ചെറിയൊരു അങ്ങനെയില്ല. പക്ഷെ എന്റെ അമ്മയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. പിള്ളേരൊക്കെ അവന്മാർക്ക് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന തോളത്ത് കൈയിട്ട് കിടക്കണ പയ്യെ അത്രേ ഉള്ളൂ. അതാണ് ചിലപ്പോ അവന്മാരെക്കാളും ചെറുത്. തീർച്ചയായിട്ടും. അതുപോലെ മെർലിൻ നേരത്തെ മുതൽ ഇപ്പൊ നമ്മുടെ ഈ സീരീസിന്റെ ഫാൻ ആയിരുന്നു? നേരത്തെ മുതൽ കാണാറുണ്ട്. അപ്പൊ ഞാൻ ചെറുപ്പം പോലെ കാണുന്നത്. ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ അന്നോട്ട് കാണും. ഇപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ മേളിലൊന്ന് വന്നതാ. ഞാൻ വെറുതെ ഒന്ന് മുകളിൽ വന്നതാ. എങ്ങനെ മനസ്സിലായില്ല? പറയട്ടെ. അതൊരു വരവായിരുന്നു. അതായത് ഞാൻ റീസെന്റ് ആയിട്ടാണ് ഇങ്ങനെ ആക്ടിങ് പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലുണ്ട് അടിപൊളി ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവരുടെ ഒരു വർക്കിന് ഇങ്ങനെ സ്ഥിരമായിട്ട് അടിപൊളി ലൈഫ് അപ്പം ആ ചാനലിന്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം ആക്ടിങ് ആ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ അറിയാൻ കൊള്ളാം എന്നൊരു ആഗ്രഹം വന്നിട്ട് അവരുടെ നെക്സ്റ്റ് വർക്കിന് ഞാൻ പറഞ്ഞു ഞാൻ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വന്നു. അപ്പൊ പാറമള വീട്ടിൽ മുകളിൽ നിലയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. വിചാരം ഒറ്റ നിലയേ ഉള്ളൂ. അത് പണിത കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു നിലയുണ്ട്, ഞങ്ങൾക്ക് മുകളിലാണ് ഷൂട്ട്, താഴെ ഇവരുടെ ഷൂട്ട് ഉണ്ടെന്നൊക്കെ. അങ്ങനെ മോളിക്കറി താഴെ ഇറങ്ങിയപ്പോ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു ഞങ്ങളുടെ കണ്ണമ്മാമൻ കണ്ടു. അപ്പൊ ഞങ്ങള് കറക്റ്റ് പറഞ്ഞ ആ എപ്പിസോഡില് മെർലിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് സ്കാറ്റർ സ്കെച്ച് മാത്രമേ ഉള്ളായിരുന്നു. മാമ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. മെർലിൻ ഇനി എന്തായാലും കിട്ടുമ്പോ കൊണ്ടുവരുന്ന പറഞ്ഞ് കറക്റ്റ് നോക്കുമ്പോ ഫ്രണ്ടിൽ കൂടെ മെർലിൻ നടന്നു പോകണം. മാമൻ ഡേയ് ആ പോയത് കുറച്ചൊരു മെർലിൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വരുന്നത്. എന്താണ് ആ ഫ്ലോറിലേക്ക് അവസാനം എത്തിക്കഴിഞ്ഞപ്പോ ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷം? അല്ല ഫസ്റ്റ് ഡേ നമുക്ക് പറഞ്ഞ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓക്കെ നടക്കില്ലായിരിക്കും. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ലൈക്ക് അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്, എനിക്കറിയില്ലല്ലോ ടൈം ഇല്ലാത്തതുകൊണ്ടാവും. ഞാൻ ഓക്കെ ചിലപ്പോൾ ക്യാരക്ടർ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഞാൻ ഷൂട്ടിന് വന്നപ്പോൾ സെയിം സംഭവം, ഷൂട്ടില്ല. അങ്ങനെ വെച്ചാൽ ഓക്കെ അത് കഴിഞ്ഞു, അത് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോ എന്താ ഇവരെയൊക്കെ നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നേ. ഞാൻ ചെറുപ്പം മുതലേ ഇത് കഴിയുമ്പോ വേറൊന്ന് കാണണം. നേരിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഫാമിലിയിലേക്ക് ശരിക്കും കേശു നമ്മളിപ്പോ ക്യാമറയിൽ കൂടി കാണുന്ന മെർലിൻ തന്നെ റിയൽ ലൈഫിലെ സ്വഭാവം എങ്ങനെയുണ്ട്? ക്യാമറയോടെ കാണുമ്പോ മെന്റല്, അല്ലാതെ കാണുമ്പോ ഞാൻ ഇനിയൊന്നും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കയ്യേല വേണേ. നിങ്ങൾ അത്രയും ദൂരെയാണ്. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടാ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ നിങ്ങൾ നമ്മളെ കോമ്പോ ഫുൾ ചർച്ച ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട്. പ്രപ്പോസൽ സീൻ ആയിക്കോട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള സിങ്ക് എന്താന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ഏകദേശം നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കിയിരുന്നത് എത്ര നേരം. അതുകൊണ്ട് അപ്പൊ അവിടെ ഒരു ഷൈയോ അങ്ങനെ നാണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇങ്ങനെ അങ്ങോട്ട് കളിയാക്കലോ എന്തെങ്കിലുമൊക്കെ? ഇതിന് നാണൊന്നും ഇല്ലെന്ന്. കുഞ്ഞതാ, ഇതിന് 17 വയസ്സില്ലേ ഉള്ളൂ. 21 കണ്ടാ, ഞാൻ ഇതിനൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന് നാട്ടുകാർ പറയിപ്പിക്കും. ഇതെന്നെ പറയിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ. അണ്ണാ നിങ്ങൾ ഉദ്ദേശിക്കണ അല്ല കേട്ടാ. ചോദ്യം എഴുതി തന്ന ആളോട് നന്ദി. അപ്പൊ എന്തായാലും അടിപൊളി. അല്ല ഇപ്പൊ ഏതാ സീരീസ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ സോണി ലിവിന്റെ പരമസുന്ദരി എന്ന് പറയുന്ന സീരീസ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ പറയുമ്പോൾ ഈ സമയം പരമസുന്ദരി എന്നുള്ള കുറച്ചുകൂടെ എടുത്തു പറയാണ്ട് ഇങ്ങനൊരു നോട്ടം കൂടെ. ഞാൻ പരമസുന്ദരി എന്നുള്ള സാധനം ചെയ്തോണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട്. ഞാൻ കണ്ടല്ലോ. എടോ കണ്ണ്, ഞങ്ങൾ ആണുങ്ങളുടെ കണ്ണെന്ന് പറയുന്നത് 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ 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 ഏത് വഴി കൂടെ ഒക്കെ പോകുന്നത്. ആരും അവിടെ നിന്ന് ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? അതാണ് ഞങ്ങളുടെ കെമിസ്ട്രി. അപ്പൊ എന്തായാലും എന്റെ പൊന്നെ അങ്ങനെ വേണ്ട. അതറിയുമോ താഴെ കമന്റ് വരും. ഒരു സ്ത്രീയെ ഒറ്റപ്പെടുത്തി എന്ന് പറയും. ഇല്ല,
ത്രീ അല്ലേ? ഓക്കെ, അത് വിട്, അത് പിന്നെ ചർച്ച ചെയ്യാം. സംശയമുള്ള അടിയിൽ കമന്റിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സെറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോ പിന്നെ അവിടെ ഉണ്ടാവുന്ന പൂരം എന്താണ്? കേശു പറയരുത്, വല്ലതും പറയൂ. മിണ്ടില്ല. എങ്ങനെയാണ് ഇവരെല്ലാം എങ്ങനെ ഇവരുടെ റിയൽ ലൈഫിൽ എങ്ങനെയല്ല? ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നവരാ? നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നവരാ? ഇത് രണ്ടുപേരും ഞാൻ നിങ്ങളെ പൊക്കി പറയാനാണോ? എനിക്കെന്നെ കൺഫ്യൂഷൻ ആയി. രണ്ടുപേരും പറഞ്ഞു ഞാൻ ആരായിരിക്കും ആക്ച്വലി? ഞാനായിരിക്കും. കാരണം എനിക്ക് ക്രെഡിറ്റ് അങ്ങ് എടുക്കാണ്. അതെനിക്ക് അതൊക്കെ ഞാൻ തെറ്റിക്കണം. നമ്മള് ചില സമയത്തുള്ള ഇതിന് അനുസരിച്ചിരിക്കും. തെറ്റിക്കഴിഞ്ഞ അപ്പൊ 1, 2, 3 പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞ പിന്നെ പിന്നെ അത് തന്നെ എടുക്കും. ഇത് തന്നെ എല്ലാരും ഭയങ്കര കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആരെങ്കിലും ഡയറക്ടറൊക്കെ ഇങ്ങനെ പല്ല് അടിക്കാറുണ്ടോ? കേശു 4, 5 ഒന്നും പറയുന്നില്ല. ഇല്ലല്ലേ? 8, 12, 24, 36 ആകുമ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് തന്നെ എന്നോട് കരുവില്ല. നീ എന്തൊരു ത്യാഗമാണ് അവിടെ കിടന്ന് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ പേര് ഇപ്പൊ അൽസാബിത്തുനിന്നും പോയി. ഇല്ലല്ലേ, ഞാൻ പേര് മറക്കൂല. അൽസാബിത്തും പിന്നെ മെർലിനും മറ്റൊരു പേരുണ്ടല്ലോ, അനീന. ഇത് ഞങ്ങളുടെ ഒരു സെഗ്മെന്റ് ആണ്. ഞാൻ ഇങ്ങനെ തെറ്റിച്ച് പറയുന്നു, നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ എന്തായാലും ഉമ്മച്ചോട് കയ്യൊക്കെ മടക്കണി, കഴിയട്ടോ എന്റെ കയ്യിൽ കിട്ടട്ടെ. അപ്പം അനീന മറ്റേ അത് അനീന അയ്യാ മോനെ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സെഗ്മെന്റിലേക്ക് പോവാം. എന്റെ അമ്മോ, പണി തരാന്ന് പറയുമ്പോ ഇത്രയും വലിയ പണിയാന്ന് വിചാരിച്ചില്ല. എഴുതാനല്ല, വളരെ സിമ്പിൾ ആയിട്ട്. നിങ്ങളുടെ കയ്യിൽ 2 സ്ലൈറ്റ് ഉണ്ട്, കയ്യിലൊരു മഗ് ഉണ്ട്, അതിനകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, കയ്യിലൊരു ചോക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ നിന്ന് ഒരെണ്ണം ആരാണ് ഫസ്റ്റ് പിക്ക് ചെയ്യുന്നത്? അതല്ല, എടുക്കട്ടെ, ലേഡീസ് ഫസ്റ്റ് ആണോ? എന്നാ എടുത്തു കൊടുത്താൽ മതി. കാണിക്കാൻ പാടില്ല. അങ്ങനെയല്ല, വരയ്ക്കുന്ന ആള് തന്നെ എടുത്തു നോക്കണം. അതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു നോക്ക്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കി തെറ്റിച്ച് ഈ ഇന്റർവ്യൂ എന്നെ ഏറെ കയറ്റി വെച്ച് രണ്ടും കൂടി. പറയരുത്, കാണിക്കരുത്. ഇനി അത് വരച്ച് കാണിക്കും. അതെന്താണ്? ഇത് വരച്ചിട്ട് കാണിക്കും. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇതൊരു സിനിമയുടെ പേരാണ്. പടം വരയ്ക്കാൻ പറ്റുമോ? ആ, പടം വരയ്ക്കണ്ടേ? എഴുതി കാണിക്കരുത്, വരച്ച് കാണിക്കണം. ഇപ്പൊ നോക്കി എന്റെ ആർട്ട് കാണിക്കും. ഇപ്പൊ നോക്കണ്ട, വരച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എനിക്കല്ലേ അതിന്റെ രൂപം. ഈ ഗ്യാപ്പിൽ മെർലിമണി ഒരു പാട്ടൊക്കെ പഠിക്കൂടാ? സ്പീഡ് കൂടി വരക്കണേ. എന്നാ വേഗം വരച്ചെടുക്കട്ടെ. സിമ്പിൾ ആയിട്ട് വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിൾ. ഇതാണ് ജീവിതമൊന്നും വേണ്ട. ജീവിതമൊന്നും ഇല്ല ഈ പുള്ളിക്ക്. അല്ല, എടാ ജീവിതം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ. എടാ ഇതിന് ബോധമില്ല. അതല്ല, ഇത് വരച്ചതും പോട്ടെ, അത് കറക്റ്റ് ആടുന്നു പറഞ്ഞല്ല. ഓക്കെ, 4 കാലുള്ളപ്പോ എനിക്ക് 4 കാലം ആടിന് മാത്രമേ ഉള്ളൂ. ഈ താടിയും കൊമ്പും അതേ താടി ഇവിടെ എന്നെ തന്നെയാണോ? എന്താ സന്തോഷം. ഓക്കെ, അതിന്റെ കേശു എടുത്തു കൊടുക്ക്. ഓക്കെ, ദൈവമേ ഇരിക്കട്ടെ. ഇത് പൊളിക്കും. ഞാൻ ഇവിടെ തുടച്ചോണ്ടിരിക്കുക. ഇതെന്തും മലയാ? അങ്ങനെ നോക്കണ്ട, എല്ലാം കണ്ടു നോക്കിയാൽ മതി. വരയ്ക്കറിയാത്തതിനൊക്കെ എന്തിനൂടെ കൊണ്ടുവന്നില്ല. വേറെന്തൊക്കെയൊക്കെ വരയ്ക്കണേ നമ്മൾ ഈ പരിപാടി. നമുക്ക് വേറെ സാധനം വരയ്ക്കാം. അതിന് പേരിലുള്ളതിന് വേണം. ഇതിനെ മൂത്തതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പ്രായത്തിന് മൂത്തേനെ ഒന്നും കൊണ്ടുവന്നില്ല. എന്നോട് ചോദിച്ചാ ഒരു ക്ലൂ കൊടുത്തോ? അച്ഛനും താല്പര്യമില്ല. ഇതെന്താ പറയ്? മീശ മാധവനാ. തിരിച്ച് ഇത് കണ്ടിട്ട് മീശമാധവൻ എന്ന് പറഞ്ഞ കേശൂരാണ് ഇപ്രാവശ്യത്തെ അവാർഡ്. ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത കേശുവിന് എടുത്ത് കൊടുക്കൂ.
കൊണ്ടുപോയി തിന്നൊക്കെ പറയണ സാർ. ഓ സിമ്പിൾ. യേശു നിന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ. ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞാൽ ഈ ക്ലൂ കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ വായും കൊണ്ട്. താ ഇവിടെ രണ്ടുപേരെന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എല്ലാം കൂടെ ഒറ്റ എണ്ണത്തിന് ഒപ്പിക്കണമല്ലേ? എങ്ങനെയാണ്? അല്ല വേണേ രണ്ട് പടം വേണേ വരച്ചു. ആണോ? കണക്ട് ചെയ്താൽ മതി ഇത് രണ്ടും. ഇതിന് കണക്ട് ആവണ്ടേ? നീ വരച്ചാലല്ലേ കണക്ട് ആവുള്ളൂ. ഇതുവരെ കണ്ടത് എന്തായിട്ടാ തോന്നണേ? കണ്ണാടിക്കകത്ത് പൊട്ടോ? കണ്ണാടിക്കകത്ത് ഫുള്ള് കണ്ടിട്ട് പറയണം കേട്ടാ. കണ്ണാടിക്കകത്ത് പോയി പൂച്ച. തേങ്ങ. പൂച്ചക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഇല്ല. കൂടാ തലക്ക് ചുറ്റും. കുറുക്കനാ? തലക്ക് ചുറ്റും കൂടെയുള്ള മൃഗം ഏതാണ്? വാലും ഉണ്ട്, 4 കാലും ഉണ്ട്. ഇത് കഴിഞ്ഞോ? ഇനി ഇതൊരു രണ്ടാണ്. അതിനകത്ത് രണ്ടാമത്തെ വാക്കാണിത്. ഇത് കണ്ടാൽ അങ്ങനെ തോന്നുന്നു സിംഹം അല്ലേ? സിംഹം എന്ന് പറഞ്ഞേ. ബാക്കി സിംഹാസനം. സിംഹത്തിന്റെ സിനിമയുടെ പേര് അല്ല, സിംഹം അവിടെ രണ്ടാമത്തെ ഇരിക്കുന്നു. ആദ്യത്തെ ഞാൻ പറയാം. ഇതിന് മലയാളത്തിൽ എങ്ങനെയാ? എന്ത്? എനിക്ക് മലയാളമൊക്കെ അറിയാം. മലയാളം ഇപ്പൊ നോയിക്കോ. നമ്മുടെ മനുഷ്യനാണ് കേട്ടോ, ആണാണേ. ആൺ സിംഹം. സിനിമ എവിടെ കേട്ടേക്കണം? ആണിന് വേറെ മലയാള പര്യായം മനുഷ്യൻ. ആണിന് മലയാള പര്യായം മനുഷ്യൻ. ആണിന് മലയാള പര്യായം പുരുഷ സിംഹം. അതേത് പടമാണെന്ന് പറയൂ. അതെനിക്കറിയില്ല. സിംഹം ലാസ്റ്റ് വരുന്ന ഇത് നരസിംഹം. ഓ അല്ലേ? വെള്ളം കിട്ടും. എനിക്ക് വലിയ ആവേശമൊന്നുമില്ല. ഞാനങ്ങ് ഇല്ലാണ്ടായി. നരന്നല്ലേ പറയാ? അതിപ്പോഴാണ് പറയണേ. എല്ലാം കഴിഞ്ഞു. കറക്റ്റാ. ലാസ്റ്റ് കൊറേ ഉണ്ടല്ലോ. ഇത് വരച്ചെന്ന് ഇതൊന്ന് താജ്മഹൽ പണിയും. ഇത് 2 or 3 പടം വരച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക്. ഓ അപ്പൊ ഇത് വലിയതാണെന്ന് അർത്ഥം. കിട്ടി. അടികപ്പിയാരെ അയ്യോ എന്തായത്? ഈ വിവരമില്ലായ്മ സിമ്പിൾ. അന്ന് ഒരെണ്ണം കൂടെ എടുത്തേക്ക്. എന്തിന്റെ കേടായിരുന്നു? അവിടെ നിന്ന് എടുത്തു തരണ്ടേ? കളി പറഞ്ഞു. എന്തൊരു ഫോണിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്ത്. ഇനിയിപ്പം അതും കിട്ടെ കിട്ടോ. എറിഞ്ഞായി ഇടിഞ്ഞായി. എനിക്ക് ഇഷ്ടമുള്ള പടവായി പോകും, അല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തേനെ. തേങ്ങ. ഞങ്ങളുടെ നാട്ടിൽ പ്ലെയിൻ എന്താണ് ചെയ്യുന്നത്? വിമാനം അല്ല, പറക്കും. പറക്കും തളിക. പകുതി വരച്ചും പകുതി പറഞ്ഞു. ലാസ്റ്റ് ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ. എടുത്തോ. ഇത് കുറച്ച് പണിയാണല്ലോ. അഭിനയിച്ച് കാണിച്ചാൽ മതിയോ? ഇല്ല ഇത് വരച്ചേ പറ്റൂ. എല്ലാം പശു ചാണകം ഇടുന്ന സാധനമാണെങ്കിൽ ദേവി അതം കൊണ്ട് വരല്ലേ, അഭിനയിച്ച് കളിച്ചാൽ മതി എന്നൊക്കെ ചോദിച്ചാ. പിന്നെ ഇത് മനസ്സിലാവില്ല. എനിക്ക് എന്നെ മനസ്സിലാവുന്നില്ല. ഒന്നിങ്ങനെ കാണിച്ചേ. എന്റെ ഇതാ സിനിമാക്കാരോട് മിക്കവാറും കേസ് കൊടുക്കും. എനിക്ക് ഞാൻ ഇനി വേറെ പൂച്ച കരടി. എടാ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അതാണ് സത്യാവസ്ഥ. പറക്കുന്ന ഒരു സാധനം. ഇതേ മുഖമുള്ള പറക്കുന്ന ഒരു ഒന്നും കൂടി തിരിച്ച എനിക്ക് പറ്റിയാണ്. ഞാൻ സമ്മതിക്കില്ല. അതല്ലേ പറഞ്ഞേ. ഈ മുഖം പറക്കണം. എനിക്ക് വേറെ സാധനം മുഖം ഓർമ്മയുണ്ട്, പക്ഷെ പറയാൻ പറ്റൂല. അതെന്താ? ശരിയാവൂല. കൈയും കല്ലൊന്നും ഇല്ല ഇതിന്. കൈയില്ല ആക്ച്വലി. ഇല്ല. വേണ്ട, കയ്യിലേക്ക് സാധനത്തിന് ചിറക്. ഒന്നും കൂടെ തിരിച്ചേ. ഇപ്പൊ എന്താ പോയി. ഇതാ ഉറപ്പായി ആ സിനിമാക്കാര് മാനാഷ്ടത്തിന് കേസ് കൊടുക്കും. ഞാൻ അകത്ത് കിട്ടും. ഈ ഷേപ്പുള്ള പറക്കണ സാധനം. ഈ കാലൊക്കെ കളഞ്ഞോ? കാല
ഈ സിംഹം, കടുവ, കൊക്ക്. എടാ പറക്കുന്ന സാധനം സിംഹോ. ഇത് കരച്ചിട്ട് പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും പറയണമല്ലേ. പറക്കണ സാധനം മലയണ്ണാൻ. ഇല്ല, ഇത് സുഹൃത്തുക്കളെ ഒരു കാരണവശാലും കണ്ടുപിടിക്കില്ല. ഞാൻ അതൊരു ക്ലൂ കൊടുക്കണേ. ഈ പറക്കുന്ന സാധനത്തിന് കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. മൂങ്ങയാണോ? നീ മൂങ്ങനെ വെച്ച് കേശു കേശു വരച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പൊ കണ്ടോ? ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് കേശുവിന്റെ മൂങ്ങ. തല തലേന്റെ ഈ സാധനം വരച്ചോലെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. മൂങ്ങയല്ല പിന്നെ വേറെ എങ്ങനെ വരയ്ക്കുക? ഇത് വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മൂങ്ങ ഷേപ്പ് വരും. തല കൂട്ടി വരച്ചാൽ പൊട്ട്. ഇത് പോസ്റ്റ് മൂങ്ങയുടെ ചത്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആവും പാവം. മിനിമം ഒരു ക്ലിയർ വരയ്ക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും വരയ്ക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് കിളിയായിട്ടും തോന്നുന്നില്ല. ഇതേതോ പെങ്കൊച്ച് ഓടാൻ പോകുന്നവരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പെങ്കൊച്ച് വാലും വെച്ചോണ്ട് ഓടാറ്. ഈ ക്യാമറയിലേക്ക് ഒന്ന് കാണിക്കാമോ? ഈ ക്യാമറയിലേക്ക് ഒന്ന് കാണിക്കാമോ? സീസോ സിമ്പിൾ അല്ലേ? മൂങ്ങനെ വരയ്ക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ? അതെ. കട്ട് പറഞ്ഞില്ലേ? കട്ട് പറഞ്ഞില്ല. ഇന്ന് നിങ്ങളെ ഞാൻ കട്ടി. ഞാനിവിടെ കേട്ട തോന്നി എന്താ മോളിൽ കയറി ഇരിക്കണോണ്ട് ചോക്ക് കിട്ടാണ്ടിരിക്കണേ. എന്താ മൂങ്ങേ? ഞാൻ വരയ്ക്കണോ? തിരിനെത്തിക്കാം. എടാ മൂങ്ങ അർദ്ധരാത്രി മൂങ്ങ വരയ്ക്കാൻ പാടില്ലെന്നാ അമ്മൂമ്മ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരയ്ക്കണോ? ഇത് ആർക്കാ ടാസ്ക് കൊടുത്തേ? ഞാനല്ലേ കൊടുക്കേണ്ടത്? എടാ ഓക്കെ. അവിടെ ഒരു റൗണ്ട് ഉണ്ട്. അങ്ങനെ വരയ്ക്കാനായിട്ട് വേറെ എന്തോ പോലൊക്കെ തോന്നുന്നുണ്ട്. ദൈവമേ അളിയാ എന്തിനു വരച്ച് പറഞ്ഞ ശരിയാക്കി തരാം. ഇതിപ്പോ മെറിലും വരച്ചതിന് ഒരു വാല് കൂടി. ചെവി ഉണ്ടോ മൂങ്ങി? ഇല്ലല്ലേ. ചെവി മാത്രമല്ല, സിമ്പിൾ. എടുക്കണ്ടല്ലോ നീ. സ്നോമാനടാ. അതിനേക്കാളും വേറെ എന്റെ ഇരുന്നില്ലേ? ആ മുടിയുണ്ട്. ഇനി ടാസ്ക് ഈ പരിപാടിയിൽ ഇനി ടാസ്ക് ഇല്ല. എല്ലാം തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഞാൻ ചോദിച്ചു മേടിക്കണം. ഇങ്ങോട്ട് തരിക. വളരെ സന്തോഷം. ഇനി ഇതേപോലത്തെ വേറെ വല്ല ഉണ്ടാക്കി പറയണേ. എന്തായിരുന്നു ടാസ്ക്? ഞാൻ എല്ലാം ക്യാൻസൽ ചെയ്തു. ഉഗ്രൻ ടാസ്ക് ഒരെണ്ണം കൂടി മന്നുണ്ട്. മുമ്പ് മെർലിൻ ഏതാണ് അഭിനയിച്ചേക്കുന്നത്? ആദ്യമായിട്ട് അഭിനയിച്ചത് എന്താണ്? ഞാൻ അഭിനയിക്കുന്ന ഈ സീരീസ് ഞാൻ പറഞ്ഞില്ലേ, ആദരാഞ്ജലി നെട്ടെ എന്ന് പറഞ്ഞ അടിപൊളി ലൈഫിന്റെ സീരീസ് ആദ്യം ചെയ്യുന്നത്. അത് അതിന്റെ അവരുടെ തന്നെ സെക്കൻഡ് വർക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ച റിലീസ് ആയതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷൻ. സിനിമ അവരുടെ ഇരിക്കാൻ പറ. വേണം മോനെ, വേണം വേണം, ഇത് വേണം, വേണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു കുറച്ചു നേരത്തേക്ക്. ഇപ്പൊ തന്നെ ഓൾറെഡി ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഹണിമൂണൊക്കെ കഴിഞ്ഞായിരുന്നു നിങ്ങളുടെ? എന്താ ഹണിമൂണൊക്കെ? എനിക്ക് അവനെ കണ്ടിട്ടില്ല കല്യാണം കഴിഞ്ഞു. പുള്ളിക്കാരി ഇപ്പൊ എവിടെ പോയിട്ട് വന്നേ? മണാലിയില് അടിപൊളി. ആരെങ്കിലും ചോദിച്ചായിരുന്നു? കേശുവിന്റെ ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല, എന്താണ്? കല്യാണം കഴിഞ്ഞ വീഡിയോ ചിലര് കല്യാണം കഴിഞ്ഞ മോളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അമ്മമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഒരു അപ്പച്ചൻ ഫ്രണ്ട് രാവിലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടക്കനെ പോയിട്ട് തിരിച്ചു ഓടി വന്നേ. ഞാൻ ഫ്രണ്ട് ഇപ്പൊ ഉണ്ടായിരുന്നു. ഓടി തിരിച്ചു വന്നിട്ട് വീട്ടിൽ കയറിട്ട്, ഏയ് കല്യാണം കഴിഞ്ഞ നിനക്കാരും 18 ആയതൊക്കെ? 17 ആയിട്ടുള്ള ഒന്ന്, കല്യാണം കഴിഞ്ഞില്ല. പിന്നെ വീഡിയോ കൊണ്ടതാ ഞങ്ങൾ കണ്ടു കേട്ടോ. 2 പെമ്പിള്ളാരടാ. അണ്ണാ നിങ്ങൾ ഫസ്റ്റ് ഫുള്ള് കേൾക്കണം. നല്ല പ്രായമുണ്ട്. അതായത് എന്റെ കല്യാണം അതിനകത്ത് 6 സ്വപ്നം കാണുന്നതാണ്. അപ്പൊ കഴിഞ്ഞില്ലേ? ഇല്ല. ഞാനും വിചാരിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്നോട് പറയാതിരിക്കും. അങ്ങനെയൊക്കെ അത്യാവശ്യം ഫോൺ കോളുകളൊക്കെ കേസിന് ഉമ്മയ്ക്കായിരിക്കും ഏറ്റവും. നമുക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ പറയാണ കഴിഞ്ഞ്. വിളിക്കാന്ന് പറഞ്ഞു അടുത്താണതിന്. ഓക്കെ, സെറ്റായി. എന്റെ പിന്നെ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കമന്റുകളാണ്. ഈ ചെറിയ പ്രായത്തിൽ 18 തികഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതുപോലെ ഫാമിലി പരമായിട്ട് ആരെങ്കിലും ഞെട്ടിയായിരുന്നു? ഇത് ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി. അവർക്കറിയാം എനിക്ക് അത്യാവശ്യം വിവരമുള്ള കൂട്ടത്തിലാണ്. അത്ര വലിയ മണ്ടത്തരം കാണിക്കാനുള്ള എങ്ങനെ മനസ്സിലാക്കാൻ മനസ്സിലായി. നിങ്ങളുടെ കൂടുതൽ ആർക്കാണ് ഉപദ്രവം കൂടുതൽ?
ഒരാൾ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ ആർക്കാണ്? ഞാൻ അങ്ങനെ എനിക്ക് ഒരു നല്ലൊരു സാധനം വരുന്നത്, നല്ല ചോദ്യം വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ചൂണ്ടിട്ട് കൊല്ലാനുള്ള പരിപാടിയൊന്നും എനിക്കറിയാം. അല്ല, എന്നാലും നിങ്ങളുടെ കൂടുതൽ ഉപദ്രവമൊന്നുമില്ല. ഞാനും അലീനയും തമ്മിലല്ലേ ഫൈറ്റ് ഒക്കെ വരിക. പിന്നെ ഇവനെ പിടിച്ചു വലിക്കാതെ ആളുക അങ്ങനത്തെ പരിപാടി. ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു, ശിവാനി ശരിക്കും വീണതാണോ? പിന്നെ താൻ തള്ളിയിട്ട് വേണം ലാസ്റ്റ് കുടുംബ പ്രശ്നമായിട്ട് അവിടെ കിടന്ന് കൂട്ടത്തല്ലാവൻ. അല്ല, ഞാൻ ചോദിക്കാൻ പറ്റിയ ചോദ്യം പറഞ്ഞു, ശരിക്കും വീണാണോ? അല്ല അല്ല എനിക്കറിയാം. അല്ല 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 അല്ലേ? നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറിജിനലിനും ഡ്യൂപ്ലിക്കേറ്റിനും തമ്മിൽ ഒരു മുടിനാരയുടെ വ്യത്യാസമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാനൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒന്ന് തള്ളിയിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരാണെങ്കിൽ ഓക്കെ, ഒന്ന് തള്ളി ശരി ഞങ്ങൾ വീണോളാന്ന് പറയും. ചില സമയം നമുക്ക് ആ ഒരു ഫീല് കിട്ടുമ്പോൾ ആ ഒരു ആക്കം കിട്ടൂലല്ലോ. പിന്നെ ഈ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധം കുറച്ച് കുറവുള്ള കൂട്ടത്തിലുള്ള കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ നമ്മളെ പോലുള്ള പാവം പിടിച്ചവരതിനകത്ത് പോകുമ്പോഴേ നമ്മൾ ഈ അബദ്ധം പറ്റി ഇങ്ങനെ കൈ എടുക്കുമ്പോ ചിലപ്പോ അവരുടെ ഇവിടെ ഒക്കെ കൊണ്ട് മുറിയും, താഴെ വീഴും. പിന്നെ എന്റെ കയ്യിൽ പറഞ്ഞ അറിയാലോ, ഒരാഴ്ച മറ്റേ സ്റ്റിച്ചിട്ട് നടന്നത്. ഈ താടി കൊടുക്കുന്നതായിരുന്നു ശിവാനിയുടെ ലച്ചേച്ചിലൊക്കെ ഇഷ്ടം പോലെ മൂക്ക് താടിയൊക്കെ പോയിട്ടുണ്ട്, എന്റെയും പോയിട്ടുണ്ട്. അത് നമ്മൾ കണക്കെടുക്കാറില്ല. പിന്നെ മുടിയും ചേട്ടൻ, ഞാനും മുടിയും ചേട്ടനും കൂടെ അടി ഉണ്ടാക്കണമെങ്കിൽ ചുറ്റിന് നിൽക്കുന്ന എല്ലാവരും 5 മീറ്റർ അപ്പുറം പോകും. അച്ഛനും പറയും യവന്മാരാണോ അതല്ലേ, ഈ കാലന്മാരാണെങ്കിൽ ഞാൻ അപ്പുറത്ത് കാണാം, യവന്മാരാണോ തല്ലുണ്ടാക്കിട്ട് ഞാൻ പിന്നെ വരാന്ന്. കാരണം ഞങ്ങൾ അടി ഉണ്ടാക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൈയൊക്കെ പോകും. അച്ഛനടുത്ത് പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കും, എനിക്ക് ജീവിക്കണം പോടാ. പാറുക്കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അറിഞ്ഞോട്. ഞാൻ കുറെ പറയൂ, പാറുക്കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? പാറുക്കുട്ടി സ്ക്രിപ്റ്റ് വായിക്കാൻ നേരത്തെ അവിടെ ഉണ്ടാവും, ആള് ഫുള്ള് കേൾക്കും, പഠിക്കും. അങ്ങനെ ഈ കട്ടിങ് എനിക്ക് തരണേ, ഇത് കഴിയുമ്പോ ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക്. സ്നേഹം ഇല്ലാത്ത പോലെ. അയ്യോ തന്നെ കേട്ടാ ദൈവമേ, അത് പറഞ്ഞൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല, ഞാൻ പറയില്ല. ഓക്കെ, ക്യാമറ ഓഫ് ആണെന്ന് വിചാരിക്കുക, ഇനി പറഞ്ഞോ. ഇല്ലേ ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം കണ്ടേ മെർലിനും ഉണ്ട് അലീനയും ഉണ്ട്, രണ്ടുപേരും ഇരിക്കണ്. എവിടെ എന്നിട്ട് കേശു ചേട്ടനോട്ട് അധികം കമ്പനിയൊന്നും വേണ്ട, ജീവിതം നശിച്ചു. ഞാൻ ചോദിച്ചു മക്കളെ എന്തൊരു തേങ്ങയാണ് ജീവിതം അറിയോ? നല്ലതാ, അടിപൊളി, കൊള്ളാം, നല്ല കൊച്ച, നല്ല ഉപകാരം മാത്രമേ കയ്യൊക്കെ നല്ല. രാവിലെ നമ്മള് മുട്ടായി മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്നേഹം. ഓ സെറ്റാണ്, അതാണ് പാറുക്കുട്ടി. പാറുക്കുട്ടീനെ എനിക്ക് എല്ലാവരുടെയും ഒറ്റ അപേക്ഷയേ ഉള്ളൂ, ഈ സാധനം അവളെ കാണിക്കാതിരിക്കുക. അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ല, അവള് മാത്രമേ കാണൂ. എന്നെ കൊന്നിട്ട് മുകളിൽ മറ്റേ കാല് വെച്ച് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഓക്കെ, ചെന്നപ്പോ സെറ്റിൽ ചെന്നപ്പോ ആദ്യം കമ്പനി ചെയ്ത ആരായിട്ടാ? ഞങ്ങളുടെ ഫസ്റ്റ് സീനിൽ, അതല്ല ഒരു സീൻ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പാറു കേശു ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളാണ് ഫസ്റ്റ് സംസാരിക്കുന്നതും ഇതൊക്കെ. അന്നോട്ടുള്ള കമ്പനിയാണ്. അല്ല, അന്നോട്ട് അങ്ങ് കമ്പനി ആയതാണ്. എനിക്ക് തെറ്റാണല്ലോ, നിങ്ങൾ എന്നെ തെറ്റിക്കണം. ഇതെന്ത് ഇങ്ങനെയൊന്നും അല്ല അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ അടുത്തത് എന്താണ്? ഇപ്പൊ സീരീസ് കഴിഞ്ഞ് സിനിമ, അടുത്ത പരിപാടികൾ ഏതാണ്? എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു, എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കേശു, എന്താണ് നെക്സ്റ്റ് നമ്മുടെ അടുത്ത പ്രൊജക്ട്? ഏതാണ് അടുത്ത പരിപാടി? എന്തായിരുന്നു പ്രൊജക്ട്? ഇപ്പൊ ഒരെണ്ണം പൂജ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ അന്നമ്മയും പിള്ളേർ. കറക്റ്റായിട്ട് ഓർമ്മയില്ലാത്ത നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ചിഞ്ചു മഞ്ജു രഞ്ജു കുഞ്ചു ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സുസ്മിതയുടെയോ അല്ലെങ്കിൽ ഒരു വേറെ നമ്മളിങ്ങനെ മറക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ പേര് ഓർത്ത് വെക്കണതിൻ്റെ ഇടയിൽ ചില വലിയ നീളമുള്ള പേരുകൾ നമ്മൾ വിട്ടുപോണേണ്. എനിക്ക് അന്നമ്മ കിട്ടി, പക്ഷെ ബാക്കി കിട്ടിയില്ല. അല്ല, പിള്ളേരും കിട്ടി, പക്ഷെ അന്നമ്മ കിട്ടിയില്ല. അന്നമ്മയും പിള്ളേർ ഇപ്പൊ പൂജ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് ഒക്കെ കഴിയുമ്പോഴത്തേനെ ഷൂട്ടും. ഓക്കെ, കുറച്ച് കമന്റുകൾ വന്ന കമന്റുകൾ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണേണ്. ഇവർ തമ്മിൽ ഇനി ശരിക്കും ഇഷ്ടത്തിലാണോ? കമന്റ് ഇട്ടവരോടാണ് ഏകദേശം ഇപ്പൊ തന്നെ മനസ്സിലായി. ഇവര് തമ്മിൽ ഭയങ്കര മാച്ച് ഉണ്ട്. എന്റെ അമ്മയ്ക്കും പുള്ളിക്കാരിക്കും തമ്മിൽ 2 വയസ്സ് വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം, അവൻ കൊച്ചു പയ്യനല്ലേ, മനസ്സിലായിക്കോളൂ. ചിലവര് സ്വയം അങ്ങ് സമാധാനിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർ അഭിനയിക്കല്ലേ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ കമന്റുകളിൽ വന്നേക്കുന്ന ഒരു കാര്യം, വേറൊരു ക്വസ്റ്റ്യൻ ആണ്, കേശുവിന് യഥാർത്ഥത്തിൽ ഒരു പ്രണയമുണ്ടോ?
ഒരു പാട്ട് പള്ളിക്കട്ടി ഇതിന് വല്ലതും പറഞ്ഞോ എന്റെ അമ്മോ ഭൂമി പോലും സമ്മതിക്കുന്നില്ല. പ്രളയം വരെ നടക്കും. അതെ ശരിക്കും എങ്ങനെയുണ്ടോ? വാലന്റൈൻസ് ഡേ ഡേറ്റ് എവിടെയായിരുന്നു? വാലന്റൈൻസ് ഡേ ഞങ്ങളുടെ സെറ്റില് എന്റെ അമൽജി, എന്റെ കൂട്ടുകാരും, എന്റെ സജി, എന്റെ മിഥുൻജി എന്ന് പറഞ്ഞിട്ട് അതുങ്ങളുടെ മൂഞ്ചിക്ക് നോക്കിയിരുന്നല്ലാതെ അവരായിട്ടായിരുന്നു. ഈ മൂഞ്ചി എന്ന് വെച്ചാൽ മുഖം, തമിഴിലെ മൂഞ്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഞാൻ അത് അങ്ങനെ പറഞ്ഞതാണ്, കാരണം ഞാൻ തമിഴ് പടം കൂടുതൽ കാണുന്ന ഒരാളാണ്. ഇന്ന് തന്നെ ദാക്കു മഹാരാജ് കണ്ടതേ ഉള്ളൂ. ബാക്കി അതാണ് ദാക്കു മഹാരാജ് കന്നഡയാണ്, പക്ഷെ എന്റെ തമിഴ് ഡബ്ബാണ് ഞാൻ കണ്ടത്. ഇതിനും ചിലപ്പോൾ ഞാൻ ഏറി കയറും. ഞാൻ ഫുൾ ക്ലാരിറ്റി എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പായി, ആരാദ്യം ഏറ്റവും ഉയർത്തി പോകുന്നതാണ്. എന്തായാലും 3 റോക്കറ്റ് ഇന്റർവ്യൂ റെഡിയാണ്. അപ്പൊ ഇപ്പൊ നിലവിലില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നിലവിലില്ല. ഇല്ല, മുമ്പുണ്ടായിരുന്നു. ഞാൻ ഇനി ആ ഉത്തരയുടെ കേസ് ഇവിടെ കൂടെ പറഞ്ഞു കഴിഞ്ഞാല് ആ പാമ്പടിച്ച കൊലിക്ക് LKG വെച്ചിട്ട് അൽസാബിത്തെ നീ എന്നെ കല്യാണം കഴിക്കണോന്ന് ചോദിച്ചാണ്. ഒരു മിനിറ്റ്, നിങ്ങളെ ഞാനത് കഴിഞ്ഞ കാര്യം ഇല്ല ഇല്ല, അവളിപ്പോ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവളിനി അങ്ങനെ മാത്രം ചോദിക്കില്ല. ഓക്കെ, അതല്ല മെർലിന്റെ കാര്യം പറയൂ. കണക്ക് കിട്ടണില്ലെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ മറ്റേ വീട്ടിലുള്ള 100 പേജിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടും തികയണില്ല. അതെ ഇല്ല, നിലവിൽ അങ്ങനെ ഇല്ല. ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടായിരിക്കില്ലേ അവരോടൊക്കെ? എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഓക്കെ, ആ ടോപ്പിക്ക് വേണ്ട. അല്ലണ്ണാ പോട്ട് നിങ്ങളുടെ ഭാര്യ മക്കളൊക്കെ എന്താ എല്ലാരും സുഖായിരിക്കുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും കേശു, ഞാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. കേശുന് പ്രപ്പോസൽസ് വരാറില്ലേ? എല്ലാം എന്തോ ആ ഫോണിലോട്ടാ പോണേ, അങ്ങോട്ട് ഉമ്മയുടെ ഫോണിലേക്ക് പോകും. എല്ലാം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പറയും, എടാ പിന്നെ ഇടയ്ക്ക് ഒരു കൊച്ചു മെസ്സേജ് അയച്ചായിരുന്നു. എന്തായിരിക്കും എന്തോന്നാലും എനിക്ക്, ഞാൻ അമ്മയുടെ വലിയ ഫാനാണ്. ഞാൻ അതിന് ഇപ്പം എൻ്റെ അടുത്ത് വരേണ്ട കാര്യം എന്തര് അല്ല. അത് കഴിഞ്ഞ് കേശു ചേട്ടൻ്റെ നമ്പറുണ്ടോ, കേശു ചേട്ടൻ്റെ സെപ്പറേറ്റ് നമ്പറുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പണ്ട് ഏതൊരു കൊച്ചു മെസ്സേജ് അയച്ചായിരുന്നു. എന്തിന് എല്ലാവരും ശ്രദ്ധിക്കും, ഉമ്മയാണ് ഫോൺ നോക്കുന്നത്. എന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തരല. സ്കൂളിൽ നിന്ന് എന്നെ കിട്ടി. എനിക്ക് അഭിമാനമായിരുന്നു, അഭിമാനം. 4ാം ക്ലാസ്സാ കൂട്ടി പറയണ. 4ാം ക്ലാസ്സിൽ 2ല് എനിക്ക് ചേട്ടനോട് പ്രമേഹമാണ്. പ്രണയത്തിന്റെ എഴുതാ അവക്ക് അറിഞ്ഞൂടാ. വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രമേഹമാണ്. അതുകൊണ്ട് ചേട്ടനെ എനിക്ക് അതിന്റെ ബാക്കിയായിരുന്നു. ഞങ്ങളുടെ സാറിന്ന് വായിച്ചിട്ടേ ആ പാവം കൊച്ചട, അവർക്ക് പ്രമേഹമല്ലേ, സൂക്ഷ്യം കണ്ടൊക്കെ പോണേന്ന്. ആ കൊച്ചിന്റെ പേരറിയാമോ? വെളിപ്പെടുത്താൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഗസ്റ്റിൻ, അവനെ എവിടെ വെച്ച് കണ്ടാൽ ഈ കൊച്ചു കല്ല് ഇവർക്കെറിയും. അത് ഞാന് അവൻ എന്നെ അവന്റെ ക്ലാസ്സിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കണെന്ന് പറഞ്ഞിട്ട്. അയ്യോ, അപ്പൊ ആ ലവ് ലെറ്റർ എഴുതി വെറുതെ. പേപ്പറാണ് മായ്ക്കാൻ പറ്റില്ല. ഇന്നാ പിടിച്ചോളൂ പെൻ എന്തിനാ? 2 പെൻ കൊടുത്തേ. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോയാണ്. ഞാൻ ഇതിലേക്ക് എത്തിക്കാൻ പറ്റ പാട്. ഓക്കെ, പേപ്പറാണ് മായ്ക്കാൻ പറ്റില്ല. ഇന്നാ പിടിച്ചോളൂ. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോയാണ്. ഓക്കെ, തുടങ്ങാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് 6 വരിയില് മലയാളത്തിൽ എഴുതണ്ട. ഇപ്പൊ നിങ്ങളെ മലയാളം എന്താ മലയാളം എഴുതില്ല? അല്ല മലയാളം എഴുതാ. ഇനിയിപ്പോ എന്തൊരു വരി ഏറ്റവും ചുരുക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള കോമ്പോ, ഇത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ? എങ്ങനെ 6 ഒറ്റ വാക്കി തീർക്കുന്നു. പൊളിഞ്ഞ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പഴയ സാഹിത്യം മിക്സ് ആയിട്ടുള്ള പ്രണയലേഖനമില്ലേ, എന്റെ ചേട്ട എന്റെ ചോട്ട, ആ രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു 5-6 ലൈനിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രണയലേഖനം എഴുതുക. ലവ് ലെറ്റർ. ഞാൻ മാമനെ വിളിച്ചോട്ടെ. ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ മാമൻ ആരാണ്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. എന്റെ ദൈവം, ഇത്രയും ആത്മാർത്ഥമായിട്ട് എന്തൊരു സ്പീഡാ നോക്ക്.
ആര് പറഞ്ഞു? ഞാൻ എഴുതണതാ കണ്ടിട്ടില്ല. ഞാൻ ഇതൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതണ. മിക്കവാറും ഇത് ആരെങ്കിലും എടുത്തിട്ട് റോസ്റ്റ് ചെയ്തത് പാട്ടാക്കും. നമുക്ക് നോക്കാം. നിങ്ങൾ വായിക്കൂലല്ലോ, ഞാൻ വായിച്ചാൽ മതിയല്ലോ അല്ലേ? കാരണം നിങ്ങൾ വായിച്ചാൽ വേറെ വല്ലതും വായിക്കും. അതെ, ഇതെന്നാ ഞങ്ങളെ കൊള്ളാനുള്ള വല്ല പുതിയ പ്ലാനുമാണ് നിങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആകാശം ഇടയ്ക്കൊക്കെ മുകളിലൊന്ന് കണ്ടേക്കണം. യാതൊരു ബന്ധമില്ല കേട്ടോ, ഞാൻ വെറുതെ എഴുതുന്നതാണ്. ഇതിനെ കുറിച്ച് പൊക്കുന്നുണ്ട് അതുകൊണ്ട്. എന്നെയാണോ താൻ പൊക്കുന്നേ? ദൈവം ഇതിലും ഭേദം ഞാൻ. മതിയാവുന്നില്ല വാക്കുകൾ കൊണ്ട്, മതിയാവുന്നില്ല. എഴുതട്ടെ. നിങ്ങളത് ഇത് കണ്ടിട്ട് ഡോക്ടേഴ്സ് എല്ലാം വേറൊരു മനുഷ്യനും വായിക്കൂല. എൻ്റെ എഴുത്താണ്. എൻ്റെ ടീച്ചർമാര് തുളു കണ്ടുപിടിക്കണ പിടിക്കണത്. മെർലിന്റെ ഒപ്പുണ്ട്. ഇത് ഞങ്ങൾ ഫ്രെയിം ചെയ്ത് നോക്കൂട്ടോ. അത് നിങ്ങളെ സാഹിത്യം ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയ റൂട്ട് മാറിപ്പോയി. അധികമൊന്നുമില്ല. ഇത് സാഹിത്യം ഒന്ന് കണ്ടിട്ട് നാട്ടുകാര് ആദ്യം ആരാണ് വായിക്കാൻ പോകുന്നത്? ലേഡീസ് ഫസ്റ്റ്. എന്നാ പിന്നെ ഇത് കിടക്കൂലേ? ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാനാ കറക്റ്റ് ആ ഫീലിംഗിൽ തന്നെ പറയണോട്ടോ. രണ്ടുപേരും ഒന്ന് ഫേസ് ടു ഫേസ് ഒക്കെ അങ്ങോട്ട് കിടക്കും നോക്കി. ഞാൻ വായിക്കാനാ. ഓക്കെ. കവിതയുടെ പേര് ഞാൻ ലവ് ലെറ്റർ എഴുതുന്ന ലവ് ലെറ്റർ എഴുതിയ സാധനം മാറിപ്പോ. ഓ, ഇതാണ് ലവ് ലെറ്റർ വരെ കവിതയായി മാറി. അതാണ് ഇത്. ഓക്കെ, ഞാനും നീയും. ഓക്കെ, സ്റ്റാർട്ട്. ഇത് ഇങ്ങനെ നോക്കി വെച്ച് വായിക്കാലോ അല്ലേ? നിന്റെ ചിരിയിൽ തുടങ്ങുന്നു എന്റെ ജീവിതം. നിന്റെ ചിരി പാറമടയിലെ വെള്ളം പോലെ ഗുളുഗുളുന്ന് കൊള്ളുന്നു. എന്റെ പ്രണയം ഗംഗാജലം പോലെ പൊങ്ങുന്നു. നമ്മുടെ പ്രണയം സാഫല്യമാവട്ടെ. നമ്മുടെ ലോകം നമുക്കൊരു ലോകം. നമ്മളിലൊതുങ്ങും നമ്മളിൽ, നമ്മളാകാം നമ്മൾ. നമ്മളിലാകും നമ്മളിലാണല്ലോ നമ്മളിൽ. ഞാൻ എന്താ നമ്മളിലാകുന്ന നമ്മളിലാണല്ലോ നമ്മുടെ ജീവിതം നമ്മളും. നമ്മളാൽ തുടങ്ങുന്ന ജീവിതം നമ്മളാൽ തുടങ്ങുന്ന ജീവിതം നമ്മളാൽ ഒടുങ്ങുന്നതാണ് നമ്മുടെ ജീവിതമെന്ന ഈ പുണ്യാഹം എന്ന് സ്വന്തം നിന്റെ കേച്ചു. ഒന്ന് ഒരു ഐ ലവ് യു കൂടി പറയും അതിന്റെ കൂടെ. നിന്റെ കൂടെ ഐ ലവ് യു ഫീൽ പറഞ്ഞേ. ഉള്ളിന്ന് വന്നതാ. ഇനി വന്നു കഴിഞ്ഞാ പ്രശ്നം വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആ പ്രണയം പ്രണയനിർബലം അല്ലേ ഇത്? പ്രളയനിർബലം. ആ ഫീലാണ് ഇവിടെ മെയിൻ. ഓക്കെ, കൂടി പറയണോ? റിപ്ലൈ കൊടുക്കണോട്ടെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു കൊടുക്കും. നോക്കിയോ? പ്രിയപ്പെട്ട കേശുചേട്ടന്, ചേട്ടന്റെ വലിയൊരു ആരാധികയാണ് ഞാൻ. ഇത് വേറെ റൂട്ട്. ചേട്ടന്റെ കുട്ടിത്തം തുളുമ്പുന്ന മുഖവും സാഹിത്യവാസനയും. ആ കുട്ടിത്തം എന്ന് പറഞ്ഞിട്ട് എന്തോ ശരി എന്നെ വല്ലാതെ ഇഷ്ടത്തിലായിട്ട് പാറമടയിലേക്ക് കെട്ടിക്കിടക്കണ വെള്ളം പാറമട ഉണ്ടല്ലോ. കിടക്കുന്ന വെള്ളം പോലെ എന്റെ സ്നേഹം എന്നേക്കും എന്റെ ഹൃദയത്തിൽ നിലനിൽക്കും. അഴുക്ക വെള്ളം അവസാനം എന്ന് കേശുചേട്ടന് സ്വന്തം മെർലിൻ. ഐ ലവ് യു. റിപ്ലൈ കൊടുക്ക. കെട്ടിക്കിടക്കണ വെള്ളം അതല്ലൊരു കാര്യം. ഈ പാറമടയിൽ ഇത്രയധികം വെള്ളം കെട്ടിക്കിടക്കണ്ട. ഉണ്ട്, ഇവന്റെ എല്ലാ ഡയലോഗിലും ഒരു പാറമടയിലെ വെള്ളം കാണും. അവസാനം നോക്കിയോ പാറമട ചാടി തന്നെ ചാവും. എന്റെ പൊന്നു പാറമട വീട് ഞങ്ങളോട്. അപ്പൊ എന്തായാലും കൊള്ളാം. ഇനി അന്ന ഒരു കവിത ഞങ്ങളെ കുറിച്ച്. എന്റെ ലാസ്റ്റ് ടൈം നമ്മുടെ വെറുതെ വേസ്റ്റ് ആവൂലേ? എനിക്കൊരു വേസ്റ്റിംഗ് ഇല്ല. ശരിക്ക് എഴുതിക്കോ. ഞങ്ങളെ കണ്ടിട്ട് എന്താ എഴുതാൻ തോന്നുന്നു കാര്യമായിട്ട് പറഞ്ഞാണ്. ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ തിങ്കളാഴ്ച ദിവസം ഞാൻ എഴുതാറില്ല. തിങ്കളാഴ്ച കുഴപ്പമില്ല, രാത്രിയില്ലേ? ശരിക്കും രാത്രി കവിത എഴുതാൻ നിങ്ങൾ ബാലങ്കേനാർ
സാധനം ഇല്ലല്ലോ എഴുതാൻ പറഞ്ഞു എങ്ങടെ അല്ലേ എഴുതോടെ എഴുതിക്കോ. നമ്മുടെ ടൈം അത്ര വെറുതെ പോവും. എന്നാ പറഞ്ഞോ എഴുതണ്ടടാ പറഞ്ഞു. ഇല്ല, ഞാൻ എഴുതിക്കോളാം. എഴുതാൻ വെട്ടാനൊക്കെ സമയം കിട്ടും. എടാ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല. ഞങ്ങള് പിന്നെ എന്തിനാ അറിയാൻ നിങ്ങൾ വിചാരിച്ച ഞാൻ പറഞ്ഞു ഒരാളെ കുറിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മള് നിങ്ങളെ കുറിച്ച് എന്ത് എഴുതും? നിങ്ങൾ ഇണക്കുരുവികളാണ് ഐഡിയസ് കൊടുക്കല്ലേ. ആരുത് ഞാൻ ഇതിന് പകുതിയുള്ള അതിനകത്ത് പേപ്പറിനകത്ത് പാറമടയിലേക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളം അതിനി പിടിക്കില്ല. അതിനകത്ത് 2 മുതലേന്നും കൂടെ പറയുന്നേ ചിരിയൊക്കെ വരേണ്ടത്. അണ്ണാ നിങ്ങളടുത്ത് മെറിലിൽ ലവ് ലെറ്റർ ഇങ്ങേർക്ക് എന്തിനായിരുന്നു പ്രൊഫഷണല്. ഇത് മറ്റേ പണ്ട് ബാഹുലിയുടെയും KGF കഥ മിക്സ് ചെയ്ത് എക്സ് ഒക്കെ എഴുതുന്ന ടീം നമ്മുടെ ബാക്കി ലാസ്റ്റ് എന്താ എഴുതുക? എന്ന് സ്വന്തം ഇത് ഞാൻ പൊളിക്കും. എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, ഞാൻ വായിക്കാൻ ഓക്കെ. ജാങ്കോ സ്പേസിൽ വന്നു ചേർന്ന പാറമട വീട്ടിലെ വെള്ളത്തിൽ തത്തിക്കളിച്ചുകൊണ്ടിരുന്ന ഇണക്കുരുവികളെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നമോവാകം. വേറൊന്നും പറയാൻ പോണില്ല. നന്നായിട്ടുണ്ട്. സമാധാനമായി നിനക്ക്. അടുത്തത് ഇപ്പത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്ത വൈബ്. അതാണ് ഇപ്പത്തെ ചർച്ച. എല്ലാം കളഞ്ഞു പോയി നോക്കെ. എന്നിട്ട് എന്താണ് അവരോട് പറയാനുള്ളത്? എന്തിനാണ് തന്ത വൈബ്? അത് പറയുന്നത് എനിക്കറിയില്ല. അത് കമന്റ് ഇടുന്നവരോടല്ലേ, അവരോട് എന്താ പറയുക? ഇത് കേൾക്കുമ്പോ കേശുവിന് എന്താ തോന്നുന്നത്? കുറെ പേര് ഡെയിലി ഇന്ന് ഇതിന് കറക്റ്റ് ഒരു സാധനം എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ സെറ്റിലുള്ള ഒരാൾ പറഞ്ഞതാണ്. ഞാൻ ആളുടെ പേര് പറയില്ല. ഞാൻ ചാനൽ ഏറി കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്ത വൈബ് എന്ന് വെച്ചാൽ തന്തമാരുള്ളിടത്തോളം കാലം തന്ത വൈബ് നിലനിൽക്കും. ഓ അത് എങ്ങനെ എഴുതുന്നവരൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അല്ല നിങ്ങൾ ആ പറയുന്നത് കേട്ടത് ഞാൻ അങ്ങനെ വിളിച്ചല്ല. മനസ്സിലായില്ല. ഞാൻ വിവരമുള്ളവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അയാൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായി 3 വട്ടം എന്താ പറഞ്ഞേ? ഇത് ഞാൻ പറഞ്ഞ അവന് തന്തമാര് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം, തന്തമാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്ത വൈബ് ഉണ്ടാവുന്നു. അത് മീൻസ് തന്തമാരെ കളിയാക്കിയതല്ല. ഇതിന് മനസ്സിലാക്കാനുള്ള ഇതേപോലത്തെ കുറെ കാണുമല്ലേ പുറത്ത്. അളിയാ ഞാൻ ഒന്നും നിങ്ങളെ പറഞ്ഞില്ല, അത്ര തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയി കൊടുക്കാം. ഒരിക്കലും തന്തമാരെ കുറ്റം പറയുന്നതല്ല. ഇതാ കമന്റ് ഇടുന്നവരോട് മാത്രം പറയാനുള്ള കാര്യങ്ങളാണ്. തന്തമാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്ത വൈബ് ഉണ്ടാവും. ആ ഒരു മനോഭാവമായി പിള്ളേരാണ്. കുറച്ച് കഴിയുമ്പോ അണ്ണായി ഇപ്പൊ പെട്ടെന്ന് ഒരു അച്ഛനായി ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ അച്ഛനായിരുന്നു വിചാരിക്കുക. നടക്കില്ലെങ്കിൽ ആ റോക്കറ്റിലെ പൈലറ്റ് കുറച്ച് വെള്ളം കൊടുക്കും, എന്നെ കൊണ്ട് പോകാനുള്ളല്ലേ. പറഞ്ഞോ. അങ്ങനെ പെട്ടെന്ന് അച്ഛനായി. അപ്പൊ നിങ്ങൾ അച്ഛനായി. അത്ര നിങ്ങൾ മോനായിരുന്നു. ഒരു അച്ഛന്റെ മകനായിരുന്നു അത്ര നേരം. നിങ്ങളൊരു അച്ഛനായപ്പോഴാണ് നിങ്ങളൊരു അച്ഛനായത്, നിങ്ങൾക്ക് ഒരു മോനായത്. അപ്പൊ നിങ്ങൾ അപ്പോഴും അച്ഛനുണ്ട്. അതായത് അച്ഛൻ എപ്പോഴും നിലനിൽക്കും. അപ്പൊ അച്ഛന്മാരുള്ളതും കാര്യം അച്ഛന്മാരുടെ സ്വഭാവമുള്ള ആൾക്കാർ നിലനിൽക്കും. ഇതിനെ എന്നെ തന്ത എന്ന് വിളിക്കണം. അണ്ണ അങ്ങനെ തന്നെ അണ്ണ. അതെ, എന്തായാലും പോട്ടെ. അങ്ങനെയൊക്കെ തന്നെ സംഭവം. ശരിക്കും പറഞ്ഞ ഇപ്പൊ പല വീഡിയോസിലാണെങ്കിൽ ഇതിനെ തള്ളവായൊന്നും വിളിക്കണില്ല. ഇല്ലല്ലേ, എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നു. ചേച്ചി അമ്മാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് വിട്. അതിവിടെ ആരെങ്കിലും ചോദിച്ചോ? ഞാൻ പറഞ്ഞല്ലോ. അതെ അമ്മ വിളിക്കുന്നു. അല്ല ഒരു ക്യൂരിയോസിറ്റി. ആന്റി വരെ എത്തിയതിന്റെ കണക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഓക്കെ സെറ്റ്. അപ്പൊ കേശു ഇപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോ അമ്മയാണ്. ഇല്ല, ഞാൻ മന്നെയാണ് അതിലേക്ക് അമ്മയാണ് എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. ഒരു സന്തത സഹചാരി എന്ന് പറയുന്നത് അമ്മയാണ്. ഇനി അതുപോലെ മെർലിൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിരിക്കണം. നമ്മുടെ ഇതിനകത്ത് ഹാപ്പി. ശരിക്കും ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോ റിയൽ ലൈഫിൽ കല്യാണമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയായിരുന്നു? ഞങ്ങൾ പറഞ്ഞായിരുന്നു അങ്ങനെ തന്നെ കിട്ടിയാൽ മതി. ഞങ്ങൾ ഞങ്ങളുടെ കല്യാണ ആൽബത്തിന് പകരം മോർഫ് ചെയ്ത് ഞങ്ങളുടെ അപ്പുറത്താക്കുന്ന ആളുടെ തല മാറ്റിട്ട് അങ്ങോട്ട് കേട്ടിക്കോളാം. അതല്ല ശരിക്കും ഒരു കല്യാണം ഞങ്ങളെല്ലാവരും പറയുന്നതിലും നല്ലത് പുറത്തു നിന്ന് ഒരാൾ പറയുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാൾ പറയുന്ന കേൾക്കുന്നതായിരിക്കും രസം. അമ്മ പറയടെ, അവന്റെ വോയിസ് ഓവർ മതി. പറയില്ലേ
മോനും 2 മണവാട്ടിമാരാണ്. അപ്പൊ എങ്ങനെയാ തോന്നി? വളരെ സന്തോഷം തോന്നി, എനിക്ക് അഭിമാനം തോന്നി മോനെ പറ്റി. ഉറപ്പിച്ചേട്ടാ, ഉറപ്പിച്ച് സംശയമുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച്. ഒരു ദിവസം വലുതാവുമ്പോ ഇതേപോലെ എന്റെ മോനെ കെട്ടിച്ച് അയക്കേണ്ടതാണ്. ആ ഒരു ഇതൊക്കെ ചിന്തിച്ചായിരുന്നോ? അവൻ മെർലിന്റെ കല്യാണ സങ്കല്പം എങ്ങനെയാണ്? കെട്ടാൻ പോകുന്ന പയ്യന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? മതിലിയാടണോ എന്നുള്ള സെറ്റപ്പ് ഒന്നും പറയരുത്, വീഡിയോ നമുക്ക് പിന്നെ അത് ഒറിജിനൽ ആണെങ്കിൽ വിട്ടേക്ക്. കല്യാണ സങ്കല്പം ഒന്നുമില്ല. അപ്പൊ കല്യാണം ഇല്ല. മെർലിന് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു അങ്ങനെയൊന്നുമില്ല. എന്നാൽ നമുക്ക് ചിലർക്ക് ഒരു ഇതുണ്ടാവില്ലേ, ഇങ്ങനെ സങ്കല്പം ഒന്നുമില്ല. നമുക്കൊരു പാർട്ട്ണറെ വേണം തോന്നുമ്പോ ആ പാർട്ട്ണർക്ക് എന്താണ് ക്വാളിറ്റി വേണ്ടത് അങ്ങനെ ചോദിച്ചൂടാ, ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സങ്കല്പം ഇല്ല നമുക്ക് ഒരാളെ. കാരണം അവരുടെ സങ്കല്പങ്ങൾ എന്തായാലും ഒക്കില്ലല്ലോ, അവർക്ക് കാണുമല്ലോ. അന്ന് ഒരു മിനിറ്റ്, കേശുവിന്റെ സങ്കല്പം പറയൂ. എന്താ നിന്നേ? പണ്ട് പറഞ്ഞിട്ടുള്ള കുഴപ്പമില്ല. അല്ല, അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞപ്പോ അമ്മ ഒരു കുട്ടിത്തോട്ടം എടുക്കും, വലിയ വിഷയമുള്ള കേസല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം മാറും. ഞാൻ അന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, നല്ല മുടിയുള്ളൊരു കുട്ടിയായിരിക്കണം, അത്യാവശ്യം നല്ല ഹൈറ്റ് വേണം, പിന്നെ എൻ്റെ അമ്മയെ അടുക്കള സഹായിക്കുന്ന കുട്ടിയായിരിക്കണം. ഇതിനകത്ത് ഞാൻ മറ്റേ രണ്ടും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അമ്മയെ അടുക്കള സഹായിക്കുന്ന നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടക്കമൊതുക്കുള്ള കുട്ടിയായിരിക്കണം. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു. ഞാൻ അടക്കമൊതുക്കത്തിന് വേറെ ഒന്നും പറഞ്ഞോണ്ട് വരില്ല. എന്റെ കൺസെപ്റ്റ് ഫെമിനിസ്റ്റുകൾ ഉണരും. അടുക്കളയില് എന്റെ അമ്മയെ സഹായിക്കാറുണ്ട്. ഞാൻ ചിക്കൻ കറി, ആ കറി, ഈ കറി എന്ന് വേണ്ട അടുക്കളയിലുള്ള മിക്കാറുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാതെ കുക്ക് ഞാൻ തന്നെ തിന്നും. മാത്രമല്ല ഈ സാധനമൊക്കെ അടുക്കളയിൽ ഇളക്കാനും പരിപാടിക്കൊക്കെ അമ്മയ്ക്ക് കൈ വയ്യാതാവുമ്പോൾ ചില സമയം ഞാനാണ് കയറാറ്. ഇളക്കും, അമ്മ ഇട്ട് തരും, പൊടി ഇട്ട് ഞാൻ ഇളക്കി. ഈ ബീഫിനൊക്കെ അത്യാവശ്യം ഇളക്കണമെങ്കിൽ ഈ കൈ ചില സമയം അറിയാമല്ലോ. അപ്പൊ പിന്നെ തേങ്ങ തിരിയണ പരിപാടി അതൊക്കെ ഞാനാണ് അടുക്കളയിൽ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല, ആ വാക്ക് എനിക്ക് ഇഷ്ടമല്ല. ഐ മീൻ അങ്ങനല്ല, ഇഷ്ടമുള്ള മീൻസ് അതല്ല. ഞാൻ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്റെ അടുത്ത് പൊങ്കാലയുടെ എനിക്ക് താല്പര്യമില്ല. ചേച്ചിയാണ് ഞാൻ അമ്മയ്ക്ക് സഹായിക്കാറുണ്ട്. അതേപോലെ എന്റെ കൂടെ അമ്മയെ സഹായിക്കാൻ ഒരാളെ വേണം. വാക്ക് ചെറുതിലെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ. മെർലിൻ കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. അമ്മ അച്ഛനും എല്ലാവരും ചെയ്യണമല്ലോ. എന്തെന്ന് ചോദിച്ചു? എന്താ പറഞ്ഞു? എന്താ ബ്രെഡ് ഓംലെറ്റ് എന്നെങ്ങാനും പറയരുത്. അപ്പൊ എന്താ? അല്ലല്ല, ഞാൻ ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കണ്ടേ. അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കിയിട്ട് കേശുവിനെ കൊടുത്തിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം കേശുവിനെ കിട്ടിയിട്ടുണ്ടോ? ഞാൻ ജീവിച്ച് പൊക്കോട്ടെ, ആളെ വിട്ടോ സ്വാമി. ട്രാവൽ ചെയ്യാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. പൊതുവെ അമ്മയ്ക്ക്, എന്റെ അമ്മയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ കൂടെ സ്വാഭാവികമായിട്ട് നമുക്കും കിട്ടുമല്ലോ. അങ്ങനെ ഇനി എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്ന സ്ഥലം ലോകത്തുള്ള എല്ലാ സ്ഥലത്തും പോകണമെന്നുണ്ട്. അത്യാവശ്യം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ റീസെന്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. അതാണ്. ഓക്കെ, എവിടെ ഏറ്റവും പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം, സ്പേസ് ബക്കറ്റ് ലിസ്റ്റിലുള്ള? കാശ്മീർ പോകാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ ഈ പ്രാവശ്യം പോകണം എന്ന് വിചാരിച്ചത് അപ്പോഴാണ് ഈ മണാലി സംഭവം വന്നത്. മണാലിയിൽ നീ പോയി? ഞാൻ പോയി. ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു സമയത്ത്. എങ്ങനെയായിരുന്നു കാശ്മീർ ട്രിപ്പ് ഒക്കെ? ഓർപ്പിക്കില്ല പൊന്നു. അതെന്താ? അതെന്തിന്? ഞാൻ ഉള്ള എല്ലാത്തിനും ഇപ്പൊ വരെ ഏറി കയറണം. എനിക്ക് അറിയാത്തുണ്ട് എന്ത് ചെയ്താലും ഏറി കയറ്റുന്നു. എന്താ സംഭവം? എന്താ? ഞാൻ പോയിട്ടൊരു ഫോട്ടോ ഇട്ടതാ. ശരിയാ, ഞാനും കണ്ടായിരുന്നു. ക്യാപ്ഷനിലെന്നോ ഉമ്മയ്ക്ക് പോലെ അമ്മ എന്ന് എഴുതി. അതൊന്ന് കൊറേ ഇന്റർവ്യൂല് പറഞ്ഞതല്ലേ, ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റിക്കറങ്ങിയത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒന്നതോ ഇതിന്റെ പ്രായമുള്ള ഒരെണ്ണം, 1 വയസ്സ് ഇളയതെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഒരു 45 വയസ്സായ, 45 ആന്ന് എനിക്കറിയണം, അമ്മയുടെ പ്രായം തന്നെ, അമ്മയുടെ പ്രായമുള്ള ഒരു ആൻറ്റി, മീര ആൻറ്റി, ആൻറ്റിയുടെ മോള് രേവതി ചേച്ചി, പിന്നെ ഗിഫ്റ്റ് ചേച്ചി,
പിന്നെ ബാക്കിയുള്ള ചേച്ചിമാരുടെ പേര് എല്ലാം പ്രായത്തിന് മൂത്ത ആൾക്കാരായിരുന്നു. പ്രായത്തിന് മൂത്തെന്ന് പറഞ്ഞാൽ പോലെ ഡബിളും ത്രിബിളും ഒക്കെ മൂത്തതായിരുന്നു. അവരൊക്കെയാണ് എന്റെ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. ഞാനാണെങ്കിൽ അവരെയൊക്കെ അമ്മച്ചിമാരെന്ന് പറഞ്ഞ് കളിയാക്കി ഇല്ലാണ്ടാക്കി വെച്ചേക്കായിരുന്നു. അത് പറഞ്ഞോടെ ഞാനങ്ങ് നിർത്തിയായി. ഇപ്പൊ അവരൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട് നിനക്ക് കിട്ടി, അവരൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. സമാധാനമായല്ലോ നീ എന്താ വിളിച്ച അമ്മച്ചി എന്നല്ലടാ എന്നൊക്കെ വിളിച്ചിട്ട്. എന്തായാലും ഇപ്പൊ കേശുവിന് ഇപ്പൊ ഏകദേശം ശീലമായി. കുറെ ആൾക്കാർ നെഗറ്റീവ് ഇടുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോ അതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നത്. മെർലിൻ അങ്ങനെ കിട്ടി തുടങ്ങിയാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എനിക്ക് ഇതിനകത്ത് കിട്ടുന്ന കമന്റ് ഇതാണ്, ആന്റി പരിപാടി, ചേച്ചി പരിപാടി, സ്വാഭാവികമാണെങ്കിലും നമ്മൾ പറയുമെങ്കിൽ നമ്മൾ പറയാൻ പാടില്ല. കേശുവിന്റെ ചേച്ചിയാണ് എന്നുള്ള അങ്ങനത്തെ കമന്റ്സ് വരാറ്. നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും? അതൊന്നും എടുക്കാനില്ലല്ലോ. എനിക്കങ്ങനെ ഇതിന്റെ കുറച്ച് കട്ട്സ് ഒക്കെ പോയിട്ട് കുറെ ഫേക്ക് ന്യൂസസ് ഒക്കെ വന്നെ കണ്ടായിരുന്നു. വലിയ ലോങ് സ്റ്റോറി ഒക്കെ എഴുതിയിട്ട് അങ്ങനെ കുറെ വൃത്തിയുടെ ക്യാപ്ഷൻ. ഞാൻ യാത്രയും ലോകമൊന്നും കാണാറില്ല. ഷോർട്ട് സ്റ്റോറി തന്നെ വായിക്കപ്പെടുന്ന പാട് എനിക്കറിയാം. അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇനി ഒരു ചെറിയൊരു വീഡിയോ കാണിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോടാ. നീലി ചേച്ചി ഓക്കെ, ഈ സിറ്റുവേഷൻ ഇടയ്ക്ക് ഓർക്കാറുണ്ടോ എപ്പോഴെങ്കിലും? ഇത് ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഈ നീലി ചേച്ചി അത്ര എഴുതി എത്തിച്ചു വെച്ചിട്ട് നല്ല കൊതുകടി ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ സൗണ്ട് പോയിട്ട് ചെവി 2 ദിവസം അടച്ചിരുന്നു. ഞാൻ ഡയറക്ടറിന്റെ വരെ കിളി വന്നു പോയി. അല്ല, ഒരു കാര്യം, ഈ പ്രേതത്തിന്റെ വേഷം കേട്ടാൽ ഒരുപാട് മേക്കപ്പ് ചെയ്യേണ്ടി വന്നു? ഇല്ല, വന്നില്ല. വളരെ സിമ്പിൾ ആയിരുന്നു. ഉള്ളത് ഊരി കളഞ്ഞു വിഷയം കഴിഞ്ഞ്. ഇതല്ല, അന്ന് എനിക്ക് ചുമയായിരുന്നു. അപ്പൊ ചിരിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ മാക്സിമം എടുത്ത് ഞാൻ ചിരിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇപ്പൊ ചിരിക്കാമോ? ഇപ്പഴും ചുമയാ, കുഴപ്പമില്ല. അന്നത്തെ സൗണ്ട് കിട്ടിയാ മതി. ഓക്കെ, നീലി ചിരിക്കുമ്പോ ശരിക്കും പേടിക്കണം കേട്ടോ. പേടിക്കുന്ന എക്സ്പ്രഷൻ ആയിരിക്കണം. ഓക്കെ, സ്റ്റാർട്ട്. ഞങ്ങളുടെ ക്യാമറമാനൊക്കെ ഓടി. അയ്യോ, എല്ലാരും തിരിച്ചോ. ഇത് ഓഫ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഓഫ് അമ്പാലേ, അത് ഓഫ്. അയ്യോ, ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടി കൊതുക് വന്ന് കുത്താൻ കളിച്ചാൽ രണ്ടു ടേക്ക് എടുത്തു. ഇതാ കടിക്കുന്നതിന്റെ ക്ലോസ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചിരിച്ചോണ്ടിരുന്നു. കടി ശരിക്കും കിട്ടിയായിരുന്നോ? ഇല്ല, പറഞ്ഞു ഈ മെന്റലിന്റെ അടുത്ത് കടിക്കല്ലേ, പാവം പിടിച്ചവനാണ് അവൻ. രാത്രി വീട്ടിൽ ചെല്ലുമ്പോ അമ്മ വീട്ടിൽ കാണും, അമ്മ ചോദിക്കും. അതുകൊണ്ട് റിസ്ക് എടുക്കരുത്, അവൻ പാവം പിടിച്ച കൊച്ചാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി ഞങ്ങള്. ഞാനും പറഞ്ഞു, ഞാൻ ഒരു പിഞ്ച് ബാലിനാണ്, എന്നെ ഒന്നും ചെയ്യരുത്, പല്ല് നഖവും വെച്ചൊന്നും ആക്രമിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് കൊടുത്ത് വീണ് കഴിഞ്ഞു. അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു. ഇനി മെർലിൻ, ഇപ്പൊ കേശുവിന്റെ ഇവരുടെ നമ്മുടെ ഫാമിലിയിൽ എത്തിയിരിക്കുകയാണ്. അച്ഛനും അമ്മേനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ ഈ ഫാമിലിയിലെ അച്ഛനും അമ്മേനെ പറ്റി അച്ഛനമ്മേനെ പറ്റി എനിക്ക് എന്താ പറയുന്നത്, വളരെ നല്ല അഭിപ്രായം. നല്ല അച്ഛനും അമ്മയും. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഷോർട്സ് ഞാൻ ഉള്ളപ്പോ ഉണ്ടായിരുന്നില്ല. ഒരുമിച്ചുള്ള കോംബോ സീൻസ് ഒന്നും ഭയങ്കര കുറവായിരുന്നു. അച്ഛനുമായിട്ട് അന്നത്തെ മറ്റേ കൈ പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഓടുന്ന സാധനത്തില് ഉണ്ടായിരുന്നു. പിന്നെ ബുക്ക് തരാൻ പറഞ്ഞതിലൊന്നുണ്ടായിരുന്നു. കുറവായിരുന്നു, ബേസിക്കലി കുറവായിരുന്നു. കാരണം നമുക്ക് അച്ഛനും അമ്മയും ഓൾറെഡി സീനിലുണ്ടെങ്കിൽ മോന് കാണിക്കാൻ പറ്റുന്ന ലിമിറ്റ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് അച്ഛനുണ്ടെങ്കിൽ ഒട്ടും പറ്റൂല, അമ്മയുണ്ടെങ്കിൽ അതും നടക്കൂല. അച്ഛനുണ്ടെങ്കിൽ നമ്മള് കറങ്ങി വീഴും. കാരണം അച്ഛൻ്റെ കുഞ്ഞ് എന്റെ ചക്ക ഒന്നും ചെയ്യൂല. അച്ഛൻ എന്തിനും മനസ്സിൽ ദൈവമേ അവ എന്തരാവോ എന്തോ പറഞ്ഞ് തീരെയും ചുബ അടിപൊളി ആ സാധനമാണ്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഈ ഫാമിലി ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ അത് ആദ്യം ക്ലിയർ ചെയ്യുമല്ലേ? ധൈര്യമായിട്ടിരിക്കും. ധൈര്യം തരാൻ കുറെ പേരുണ്ട് ചുറ്റും. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇനി നമ്മുടെ കണ്ണമ്മാമനുണ്ട്. ഇല്ലേ 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 ഇല്ലേ? ആരോടാ ചോദിച്ചേ? രണ്ടുപേരോട് കൂടി ചോദിച്ചേ. എന്റെ കാര്യത്തിൽ എനിക്ക് ഓക്കെയാണ്. എനിക്ക് സപ്പോർട്ടാണ് എല്ലാവരും. ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് എന്റെ ആക്ഷൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അല്ല, എനിക്ക് ഞാൻ അങ്ങനെ അധികം ഉണ്ടാവാറില്ലല്ലോ. വല്ലപ്പോഴും വന്നു പോകുന്ന അങ്ങനെയാ. എപ്പോഴും ഉണ്ടാവണം ആഗ്രഹം വന്നു തുടങ്ങിട്ടോ എനിക്ക് ഈ ഫാമിലിയുടെ കൂടെ. അങ്ങനെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ കേശുവും മെർലിനും അലീനയും കൂടി അങ്ങ് സിങ്ക് ആവത്തില്ലല്ലോ. അലീന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഭയങ്കര വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. എന്താ നീ ഇങ്ങനെ കാണിക്കുന്നത്? മൗനം സമ്മതം.
എന്തായാലും കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പരിക്ക് പറ്റിയ കാര്യം പറഞ്ഞില്ല നേരത്തെ, ഇപ്പൊ കേശുവിന് പരിക്ക് പറ്റിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ അടി അടക്കുന്നത് നമ്മൾ അടി ഉണ്ടാക്കുമ്പോ ലേഡീസിന്റെ ഏറ്റവും സേഫ് ആക്കിയിട്ട് നമ്മള് ഞാൻ ചത്താലും വേണ്ടില്ല, അവർക്കൊന്നും പറ്റരുത്. കാരണം എനിക്ക് വയ്യ പിന്നെ പോയി കേസ് പറയാൻ മനുഷ്യ. ആ മനസ്സ്, അതാണ് ഏറ്റവും. മനസ്സോട്ടൊന്നുമല്ല, ലച്ചേച്ചൊക്കെ എന്നെ ഏറി കയറ്റി. കൈ മുറിക്കണ. ഈ പഠിക്കുന്ന ടൈമിലൊക്കെ ഇതിനോട് കലാപരമായിട്ടുള്ള താല്പര്യം സ്റ്റാർട്ടിങ്ങിൽ ഈ സ്കൂൾസിലൊക്കെ ആ ടൈമിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പരിപാടി? ഞാൻ ICSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഇങ്ങനെ കലോത്സവം പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. കൾച്ചറൽ ഫെസ്റ്റ് ഒരു 3 ദിവസം കാണും. അതിനകത്ത് എല്ലാ പ്രോഗ്രാമിനും പറ്റുന്ന എല്ലാത്തിലും പങ്കെടുക്കും. പക്ഷേ ആക്ടിങ് ഒരു ബേസ് ഇല്ല. ആക്ടിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സ്കിറ്റോ ഡ്രാമയോ ഒന്നും സ്കൂളിലൊന്നും ആദ്യമായിട്ട് ആക്ട് ചെയ്യുന്ന സീരീസ് അല്ല, നമ്മളെ കുടുംബക്കാരോട് ചോദിക്കണം വീട്ടില് എങ്ങനെയാണെന്ന്. മുദ്ര കാണിച്ചല്ലോ, മുദ്ര ഒളിപ്പിക്കണമല്ലോ ചില സമയം. അപ്പൊ അങ്ങനെ ഒളിപ്പിക്കേണ്ട സമയത്ത് അഭിനയിക്കാതെ പറ്റുമെന്ന് എനിക്ക് തോന്നല്ലോ. അതെ ആയിക്കോട്ടെ, കൂട്ടത്തോടെ ഉറപ്പായി. അപ്പൊ ഈ സ്കൂൾസിൽ ആക്ടിങ് ആദ്യമായിട്ട് ഞാൻ മോണാക്ട് ഒരിക്കൽ 10th വെച്ച് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കാണിക്കോ? മോണാക്ട് അന്ന് എന്താ ചെയ്ത്? മോണാക്ട് ഞാൻ എന്തോ ഒരു കോമ്പറ്റീഷൻ, മോണാക്ട് എന്തോ ഒരു യൂട്യൂബ് നോക്കി എന്തോ റെഫറൻസ് എടുത്ത് ഒരു പരിപാടി ചെയ്തു. അതെന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മയുണ്ട്. ഒരു വെള്ളത്തിന്റെ എന്താ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ, അങ്ങനെ എന്തോ ഒരു കോൺസെപ്റ്റില് സംഭവമായിരുന്നു. എത്ര മിനിറ്റ്? 5 മിനിറ്റ് 10 minutes സംതിങ്. 10 മിനിറ്റ്സോളം മോണാക്ട് ഒരു തന്നെ 2 അങ്ങനെ ക്യാരക്ടേഴ്സ്. അതാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ള ആക്ടിങ്, അല്ലാതെ എനിക്ക് ഒരു ബേസ് ഇല്ല. ഡാൻസും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഞാൻ സ്കൂളിൽ. മോണാക്ടിന്റെ എന്തെങ്കിലും സാധനം മനസ്സിൽ ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിലും ഞാൻ പറയും. കേസ് നിർബന്ധിച്ചാ പറയുന്നൊക്കെ. എന്നിട്ട് അത് മറ്റേ അയ്യോ എനിക്ക് കുറച്ച് വെള്ളം തരണേ, അങ്ങനത്തെ സാധനങ്ങളാണല്ലോ. ഇപ്പൊ 2 ടൈപ്പിലേക്ക് ക്യാരക്ടർ മാറൂലേ, ഒന്ന് ഹൈയും ഒന്ന് ലോയും ആയിരിക്കും. ആ ഒരു വ്യത്യാസം ഒന്ന് കാണിച്ച്. അയ്യോ അതൊന്നും എനിക്കിപ്പോ വരത്തില്ല. ഇത് ലോ, ഇനി ഹൈ ആണെങ്കിൽ അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ ഹൈ. ഓക്കെ, സെറ്റ് ആയി. ഇനി പ്രാക്ടീസ് തുടങ്ങിക്കോ. അല്ല ഞാൻ പറഞ്ഞതാ, ഇതിപ്പോ ഞങ്ങക്ക് ചെയ്ത് കാണിക്കണോ? അല്ല മറ്റേ മോണാക്ട് പറയുമ്പോ നമ്മൾ മറ്റേ എക്സ്ട്രീം സാധനല്ലേ കാണിക്കാം. എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഇപ്പൊ കേശുവിനോട് ചോദിക്കാണ്, കേശു എനിക്ക് ഇതിന് വെള്ളം തരും, കേശു തരില്ല എന്ന് പറയുന്നു. അപ്പൊ തരില്ല എന്ന് പറയുന്നതിന്റെ ആ വിഷമം കൂടി കാണിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ കേശു കുറച്ച് വെള്ളം തരുമെന്ന് നോർമലായിട്ട് ചോദിക്കുന്നതിന് പകരം മോണാക്ട് ഞാൻ ആ സമയത്ത് ഇതൊക്കെ ചെയ്യുമ്പോ പോയി ചക്കം പോയി അപ്പുറത്തേക്ക് കുറച്ച് വെള്ളം തരും ആ സാധനമാണെന്ന് ചോദിക്കുക. അങ്ങനെ പിന്നെ നോർമൽ ആവൂലേ, പതുക്കെയും പറയൂലേ, അതെങ്ങനെയായിരിക്കും? ഒറ്റടിക്കാൻ അതൊന്ന് കാണിക്കുന്നത് ഹൈ പോയിട്ടൊന്ന് താഴേക്ക്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇതായിരുന്നു നോർമലി. ഇതാണ് നോർമലി. അല്ല ഞാൻ എന്നോട് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ, ഒരു ഹൈ പോയിട്ടൊന്ന് ഡൗൺ ആവുന്ന 2 ആ ഒരു ക്യാരക്ടർ ചേഞ്ചിങ് ആ വേ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. ഓക്കെ, റെഡി? എല്ലാം റെഡി അല്ലേ? സെറ്റ്. കുറച്ച് വെള്ളമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. തരൂല്ല. കുറച്ച് വെള്ളം എന്റെ അമ്മയ്ക്ക് കൊടുക്കാനാ, ഒരല്പം വെള്ളം. ഇല്ല ഇല്ല ഇല്ല, ആപ്പട കൊക്കക്കോളയും പെപ്സി മാത്രമേ ഇരിപ്പുള്ളൂ, വെള്ളം ഇല്ല. സോ നോ. ചൂടുവെള്ളം, പച്ചവെള്ളം വേണ്ട. ചെക്കനെ കൊന്ന് എന്റെ ദൈവമേ. കേശു ഓടിക്കോ, ഓടി രക്ഷപ്പെട്. എന്റെ അമ്മ, ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ വെറുതെ ഞാൻ വെറുതെ പറഞ്ഞതാ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ, കലക്കി അല്ലടാ കേശു. നീ എന്തിനാ ഓടിയത്? സത്യം പറഞ്ഞ എനിക്ക് എന്തായാലും പ്രൈസ് കിട്ടിയായിരുന്നു. പിന്നെ ക്യാരക്ടറിൽ വന്നപ്പോ ആളുകളെ കൂടി ഓട്ടം അവിടെ ഇരുന്നില്ല, കൊണ്ട് ഓടി. അല്ല, മത്സരത്തിൽ എത്ര പേരുണ്ടായിരുന്നു? അതിനോട് പ്രസക്തി ഇല്ല. എനിക്ക് ഫസ്റ്റ് കിട്ടി, അത്രേ ഉള്ളൂ. സംഭവം ആരും ഇല്ലാത്തൊരു 3-4 പേരെ ഉണ്ടായിരുന്നോളും തോന്നുന്നു. അല്ല സീരിയസ്ലി ബാക്കി 4 പേരെ ബാത്റൂമിൽ കെട്ടിയിട്ട് പുള്ളിക്കാരി മാത്രമേ കേട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു, പ്രൈസ് കിട്ടുന്നു, വീട്ടിലൊക്കെ കാണിക്കുന്നു, ഭയങ്കര സന്തോഷം. എനിക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതെന്തിനാ? പണ്ട് തവളച്ചാട്ടത്തില് മെഡൽ വീട്ടിൽ വന്നിട്ട് തവളച്ചാട്ടത്തിന് കസേര കളിക്ക് സെക്കൻഡ്. അതാണ് തുടക്കം. അത് LKG ഇപ്പൊ
ഫാൻസി ഡ്രസ്സിന്. എടാ കള്ള കണ്ണ. പിന്നെ തലയിൽ ഈ പപ്പടം കൊട്ടിച്ചിട്ട് നമ്മുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധി. ഓ, അപ്പൊ നമ്മള് നേരത്തെ തുടങ്ങിയിരിക്കണു പരിപാടി. അല്ലാതെ മെർലിൻ, ഈ നമുക്ക് ഈ സീരീസിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? ഉപ്പുമുളകിൽ വന്നതിന് ശേഷം ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടി എളുപ്പത്തില്. അങ്ങനെ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വർക്ക്സ് ഒന്നും ഞാൻ ചെയ്തതൊന്നും പതിയെ ഇറങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകൾ, നേരത്തെ കാണിച്ച വീഡിയോ സീരീസിന്റെ കട്ടൊക്കെ കണ്ടിട്ട് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ ഉപ്പുമുളകിന്റെ ഇത് കണ്ടിട്ടാണ് മെയിൻലി ആളുകൾ വരുന്നതും മെർലിന്റെ വിശേഷം ചോദിക്കുന്നതും കേശുവിന്റെ വിശേഷം ചോദിക്കുന്നതൊക്കെ. അങ്ങനെയാണ് വരുമ്പോ തന്നെ വിശേഷങ്ങൾ ചോദിക്കും. കേശു ആദ്യം ചോദിക്കുന്ന കേശു ഇത്ര വലുതായോ. ഇന്നലെ എനിക്ക് ആരോ ഒരു മീം അയച്ചായിരുന്നു, മറ്റേ കേശുവിന്റെ പിക്ചർ വെച്ചിട്ട് നമ്മൾ വല്ലാതെ വലുതായിരിക്കുന്നതിന് ഉത്തമ തെളിവാണിത് കേശുവിന്റെ മുഖം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഉപ്പുമുളകും കാരണം. ഉപ്പുമുളക് നമുക്ക് വലിയൊരു മാറ്റമാണ് നമ്മുടെ വരുത്തിയേക്കുന്നത്. അടിപൊളി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ, ഇനോഗ്രേഷൻസ് ഒക്കെ പോകണം. ഞാൻ ഗസ്റ്റ് ആയിട്ടും പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. മെയിൻ ആയിട്ട് എനിക്കിപ്പം ഏറ്റവും സന്തോഷമുള്ളത്, ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ 23 ഐ മീൻ ഈ വർഷം അതിന് മുന്നത്തെ വർഷം ഡിസംബർ 23 2023 എന്റെ സ്കൂളിൽ ഞാൻ ഫോമർ സ്റ്റുഡന്റ് ആയിട്ടാണ് പോയത്. അപ്പൊ ഈ വർഷം അതേ ഡിസംബർ 23 ഞാൻ പോയത് ഗസ്റ്റ് ആയിട്ടാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര സെയിം ടൈമിലൊക്കെ അവര് ദൈവം എന്റെ പൊന്നുമോളെ ഒന്ന് ഇറങ്ങി പോന്ന് പറഞ്ഞ് ഇറക്കി വിട്ടാണ് സ്കൂളിൽ നിന്ന്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് മെയിൻ ഒക്കെ അതൊക്കെ ഉപ്പുമുളകിന്റെ ഒരു പവർ തന്നെയാണ്. ഇപ്പൊ നേരത്തെ ഇപ്പൊ കേശുവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ എന്തായാലും നിങ്ങളൊരു ഫാമിലി, ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന ഒരു ചേച്ചി അനിയന് ആ ഒരു കണക്ഷനാണ് എല്ലാവരും. ഇപ്പൊ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്ക് വരുന്ന ഓരോ കളിയാക്കലുകളും നല്ലത് പറയുമ്പോഴും നല്ലത് പറയാൻ എല്ലാവർക്കും സന്തോഷം വരുന്നു. കളിയാക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ആ ഒരു വിഷമം, നമ്മളെ സ്വന്തം അനിയനെ പറയുന്ന അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ പറയുന്ന ആ ഒരു വിഷമം വരാറില്ലേ? അതായത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ. ഇപ്പൊ ഇവനെ പറയുമ്പോഴാണെങ്കിലും ഞാനും വീഡിയോസ് കാണുന്നുണ്ട്, കമന്റ്സ് കാണുന്നുണ്ട്. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. നമ്മളിപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ഇത് കണ്ടല്ലോ, അതാണല്ലോ ഇതാണല്ലോ, എന്താ അതിനെ പറ്റി പറയാനുള്ളത് എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ടിട്ടുള്ളതിനെ പറ്റി ഞാൻ പറയും. പിന്നെ അവരുടെ വ്യൂ ആണ് എന്താന്നുള്ളത്. എനിക്കും അതിനെ പറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പരിധി. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഓരോ കാഴ്ചപ്പാട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മാമൻ ഉണ്ടായിരുന്നു, മാമന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. അച്ഛൻ എല്ലാ എപ്പിസോഡും അടി വന്നിട്ട് ബാലു കേശു ഇവർ രണ്ടുപേരാണ് പ്രശ്നം, ഇവരെ ഒഴിവാക്കണം. നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയും, അച്ഛോ അച്ഛൻ ഈ ബാലു കേശു ആണ് പ്രശ്നം എന്നാണ് പറയണത്, എന്തിനാ എനിക്കതാണ് മനസ്സിലാവാത്തത്. അവൻ ആണുങ്ങളെ എല്ലാം സത്യം പറയല്ല, നിരത്തി പറയുമ്പോൾ ആണുങ്ങളെല്ലാവരും ഇഷ്ടമുള്ള നിരത്തി നടിക്കുന്നതാണ്. ഞാൻ കൊള്ളാം കേട്ടോ, ആ പേര് ഞാൻ നോക്കി, എന്താ പേര്? മഹേഷ് ശ്രീധറോ? മഹേഷ് ശ്രീധർ അദ്ദേഹമാണ് ആ കഥാപാത്രം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കേശുവിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ നേരത്തെ തൊട്ട് ഫോളോ ചെയ്താണ്. ഇപ്പോൾ സ്വന്തമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? എനിക്ക് ലൈക്ക് ഇവന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് ഫാർ മോറാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തു കഴിഞ്ഞതും. അപ്പോൾ അത് ലൈക്ക് ഞാനും ലൈക്ക് അവന്റെ ഒരു ആ സെൻസിൽ നോക്കുമ്പോൾ ഭയങ്കര ഫാനാണ്. കാരണം അതൊരു കുട്ടി എന്നുള്ള രീതിയിൽ അവൻ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെ നോക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല, അല്ല സീരിയസ്ലി അവൻ ഈ പറഞ്ഞ പോലെ 17 വയസ്സില് കഴിയുമെന്ന് മേടിച്ചു തരും. 17 വയസ്സിൽ അവൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്തായാലും ഇപ്പൊ മെർലിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇതേപോലെ ഒരു സോളോ യാത്രയായിരുന്നു. സത്യം പറഞ്ഞ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. അങ്ങനെയല്ല, എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും വേണോ എന്നൊരു ചോദ്യം സൈഡിലുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇനി മുമ്പോട്ടുള്ള യാത്രകൾ? ലക്ഷ്യങ്ങൾ മെയിൻ സിനിമ കേശു ആവണം, എനിക്കും കേശു ആവണം. അതെ, ഞാനും കുഞ്ഞു മൈൽ സ്റ്റോൺസ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം വീട്ടിൽ നിന്ന് അന്ന് ഇപ്പൊ കഴിഞ്ഞ വർഷം ഉള്ള ഞാനല്ലല്ലോ ഈ വർഷം, ഞാൻ സ്വന്തമായിട്ട് വീടെടുക്കുന്നു, താമസിക്കുന്നു. അത് പോയിന്റ് അല്ല, നിങ്ങള് മറ്റേത് പറയരുത്. ഏത്? എനിക്ക് 11 ആവണമെന്ന്. ഒരിക്കലും എനിക്ക് 11 ആവാൻ പറ്റൂല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് കാര്യങ്ങൾ മാത്രമേ പറയൂ. പൊളിറ്റിക്കലി നല്ല ഒറിജിനലായിട്ട് നടക്കൂല. അത് വിട്, അത് ഞാൻ വിട്ട്, അതെനിക്ക് ഞാൻ നോക്കാറില്ല ആ സാധനം. പക്ഷെ നമുക്ക് നമ്മളാവാനേ പറ്റുള്ളൂ. ഇന്നത്തേനേക്കാളും നന്നായിട്ട് നമുക്ക് നാളെ ചെയ്യാൻ പറ്റും.
ഇതിനാണല്ലോ പറഞ്ഞത് എന്നെ തന്തവയെന്ന് വിളിക്കുന്നത്. അയ്യോ അതെ അതെ അമ്മ ആരവിടുന്ന് പറയും ഇത് തന്നെയാണ്. അതെ ഒന്ന് നമ്മൾ ചെറുപ്പം പോലെ അതായത് കുട്ടിക്കാലം തൊട്ട് അനുഭവങ്ങളാണ്. അതെ ഒരിക്കലും ഞാൻ അന്നും പറഞ്ഞു ഒരിക്കലും ഇവരെ കേശുവിനെ അറിയുന്നവർ ഒരിക്കലും തന്തോയം എന്ന് പറഞ്ഞ് കളിയാക്കില്ല. കാരണം ചെറിയ പ്രായത്തിൽ നമ്മൾ ആരും ഫേസ് ചെയ്തതിന്റെ അപ്പുറം കവർ ചെയ്തിട്ട് വന്നേക്കുന്ന ഒരാളാണ്. അതും ഒറ്റയ്ക്ക് തന്നെ എല്ലാം സക്സസ് ആക്കി ഞാൻ പൊക്കി പറഞ്ഞോണ്ടിരിക്കുന്നത് സക്സസ് ആക്കി വന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നമുക്കുണ്ടായിരുന്ന കുട്ടിക്കാലവും ചിലപ്പോൾ ആ കുട്ടിക്കാലത്ത് കിട്ടുന്ന പല കെയറിങ് സ്നേഹവും അതിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. വേറൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഈ ചെറിയ പ്രായത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്ന വാക്കുകളാണ് അതിന് വെറുതെ തന്തോയം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചെറുതാക്കരുത്, നിങ്ങൾ കളിയാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞതാ ഇപ്പോൾ ഇവിടെ എത്തിയേക്കാണ്. ഇപ്പം മെർലിൻ പറഞ്ഞ പോലെ തന്നെ മുമ്പോട്ടുള്ള യാത്രകളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കട്ടെ. കേശുവിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കട്ടെ. രണ്ടുപേർക്കും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ ഇന്റർവ്യൂവിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും രസകരമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു, നല്ല രസമായിട്ട് തന്നെ പോയെ. ഇനി ആരേറ്റവും ഉയരത്തിലെത്തും കാരണം പല ഗെയിമുകളും എനിക്ക് തന്നെ തിരിച്ചടിച്ചു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ ഈ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടുപേരും അടിപൊളിയാണ്. ഒരുപാട് പേരുകളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. ഇനി എന്നെ കുറിച്ചും ഇന്റർവ്യൂവിനെ കുറിച്ചും ചാനലിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാം. ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കടമുണ്ടല്ലോ? ഇല്ല, സങ്കടം ആവില്ല. ഞാനായിട്ട് തന്നെ റോക്കറ്റിന്റെ ഡോറ് തുറന്നു കൊടുത്തു, എനിക്കത് വേണം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ജാങ്ക സ്പേസിന്റെ ഈ ഇന്റർവ്യൂയിലേക്ക് വിളിച്ചതിൽ. പിന്നെ മാക്സിമം നമ്മളെല്ലാവരെയും ഇതുവരെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് നമ്മളാണ് അടിപൊളിയായിരുന്നു. നമ്മളെ ശ്രീനാഥ് അടിപൊളിയായിരുന്നു. മെർലിൻ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ശ്രീനാഥേട്ടൻ സൂപ്പർ ആയിരുന്നു. ശ്രീനാഥേട്ടൻ അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് കണ്ണിൽ ഉണ്ണിയെ പോണ്. ഓക്കെ, സന്തോഷം. ഞങ്ങള് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ആണോ? ഇതൊരു ഉഗ്രം തുടക്കം. എല്ലാവരുടെയും ഈ സപ്പോർട്ട് ഇനിയും നമ്മുടെ പുതിയ വർക്കിനും നമ്മുടെ മുന്നോട്ടുള്ള ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ മുമ്പോട്ടുള്ള കരിയറിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം പ്രതീക്ഷയുണ്ട്. നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു.